പ്രയർ പാടട്ടെ? ആക്ടിവിറ്റീസിന് എല്ലാവരും റെഡി അല്ലേ? പ്രയർ അനുമോൾഡി. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. സാരമായി സകലത്തിലും മതസംഗ്രമം ഗ്രഹിയാത്തതായി കാരണാന്തരമായി ജഗത്തിലുയർന്നു നിന്നിടുമൊന്നിനെ സൗരഭോൽക്കടനാഭിയാൽ സ്വമൃഗം കണക്കനുമേയമായി ദൂരമാകിലുമന്മഹാർദ ഗുണാസ്പദത്തെ നിനയ്ക്കുവിൻ. താങ്ക് യു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മാം. മാം. തോട്ട് പറഞ്ഞോട്ടെ മാം? യെസ് പ്ലീസ്. Good evening ma'am. Good evening to all. Today's thought is what you decide to do, make sure it makes you happy. It means that the main purpose of human life is happiness. Therefore, when we choose a work which gives happiness, life becomes very enjoyable. നിങ്ങൾ എന്ത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചാലും അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്ന് ഉറപ്പാക്കുക. മനുഷ്യ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം സന്തോഷമാണ്. അതിനാൽ സന്തോഷം നൽകുന്ന ഒരു ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജീവിതം വളരെ ആസ്വാദ്യകരമാകും. സോ ഡു വാട്ട് മേക്സ് യു ഹാപ്പി. താങ്ക് യു. സൈനിങ് പറയട്ടെ മാം. Good evening everyone. Thank you for being here today. My name is Binsi. Today we are starting our section with our Jishamist. I am looking forward all your attention regarding into this section. Let us start for this class. Thank you everyone. Signing by Binsi. Okay, once again a very good evening to all. Media ഓടി നടക്കുവാണോ? മെഡിയ കുറച്ച് സമയം അറിഞ്ഞിരിക്കണമെങ്കിൽ. കുറെ നേരമായിട്ട് ആരെങ്കിലും ഓടിക്കുവാണോ? അതെ, ഫോണിന്റെ സ്റ്റാൻഡ് ഇവന്മാരെടുത്ത് എവിടെയോ കൊണ്ടിട്ട് അത് തപ്പിക്കൊണ്ട് നടന്നു. യെസ്, ദാറ്റ് ഇസ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അഡൽട്ടിന്റെ ഓർഡർ അല്ല കുട്ടികളുടെ ഓർഡർ. നമ്മൾക്കൊരു ഓർഡർ ഉണ്ടാവും, ഒരു സ്ഥലത്ത് ഒരു സാധനങ്ങൾ വെക്കുക എന്നുള്ളത്. അവരുടെ ഓർഡർ വേറെ ആയിരിക്കും. നമ്മള് ചേർന്ന് അവര് ഇപ്പൊ മേശപ്പുറത്ത് കയറി വെച്ചിട്ട് ചാടിച്ചളഞ്ഞു. ശരി, ഓക്കെ, ബി കംഫർട്ടബിൾ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷയൊക്കെ? ഭയങ്കര ടെൻഷനൊക്കെ തോന്നി. ഓരോരുത്തരും എനിക്ക് നേരിട്ടും പറഞ്ഞിട്ടുള്ളവരുണ്ട്. ഇതേപോലെ തന്നെയാണ് ഫൈനൽ എക്സാമും. നിങ്ങൾ ഈ രീതിയിൽ തന്നെ ക്ലാസ് കണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പൊ കുറെ പേർക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. റെക്കോർഡ് ക്ലാസ്സും ശരിയായിട്ട് രീതിയിൽ അവർക്ക് കാണാൻ പറ്റാൻ സമയം കിട്ടാതെ വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുക അന്നത്തെ ക്ലാസ്സിലെ കാര്യങ്ങൾ. ആ ബ്രീഫിംഗ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരെ അങ്ങനെയുള്ളവരൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ അന്നന്ന് ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടുകളും എല്ലാം എന്താണ് പഠിപ്പിച്ചതെന്നും ആ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. സെപ്പറേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉള്ള ഗ്രൂപ്പാണോ അതോ കുറച്ച് പേര് സെലക്ടഡ് ആൾക്കാർ മാത്രമാണോ? ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ആവാം. എല്ലാവരും ഉണ്ട്. ടീച്ചേഴ്സ് ഇൻഫോ ഗ്രൂപ്പ് എന്നാണ് പേര്. എന്താണ് പേരെന്താ? ടീച്ചേഴ്സ് ഇൻഫോ ഗ്രൂപ്പ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്.
ഇത് ഭയങ്കര പ്രൊഡക്റ്റീവായി എനർജറ്റിക് ആയിട്ടുള്ള കുറെ ഫെസിലിറ്റേറ്റേഴ്സ് ആണ് എന്റെ മുന്നിൽ ഇരിക്കണേ അല്ലേ. മിസ്സേ, ഞാനാണെങ്കിൽ എന്റെ ഇന്റേൺഷിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി മിസ്സേ. ഇന്ന് ഉച്ചവരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ടീച്ചേഴ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. 100 മാർക്ക് കിട്ടി. പിന്നെ എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ തന്നവര്. ആണോ? വെരി ഗുഡ്. മാർക്കർ പെന്നയോ ആണോ? പെന്നാണ് മിസ്സേ. വളരെ സന്തോഷമായി. എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. ടീച്ചേഴ്സ് ആയാലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അവര്. പിന്നെ അവര് തലേന്ന് പോർഷൻ തന്നു വിടുമായിരുന്നു. പിറ്റേ ദിവസം ഞാൻ അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോയി ക്ലാസ് എടുക്കുമായിരുന്നു. നന്നായിട്ട് ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സ്മാർട്ട് ശ്രീയുടെ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ആൾക്കാരോട് അവര് പറഞ്ഞോളാന്ന് പറഞ്ഞു ഇങ്ങനെ ട്രെയിനിങ്ങിന്റെ കാര്യമൊക്കെ. അങ്ങനെ സന്തോഷമായി മിസ്സേ. എവിടെയായിരുന്നു? ഏത് സ്കൂളായിരുന്നു? ഞാൻ തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിലായിരുന്നു. മിസ്സേ, ഇപ്പൊ പറഞ്ഞപ്പോ ഞാനും കൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്ന് എന്റെ മിസ്സ് പറഞ്ഞു, നേരത്തെ അവിടെ ഇന്റേൺഷിപ്പിന് വന്നവര് ഇങ്ങനെയൊന്നും അല്ല പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളുടെ സെന്റർ നല്ലതാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് നോർത്ത് പറവൂറാണ് ഞങ്ങളുടെ സെന്റർ, ഓൺലൈനായിട്ടാണ്. അപ്പോൾ റെക്കോർഡൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 5 റെക്കോർഡ് ഉണ്ട്, ഞങ്ങൾക്ക് എഴുതാൻ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, ഇവിടെ നേരത്തെ വന്നവര് ഒരു കാര്യം നമ്മളിപ്പോ ചെയ്ത കാര്യങ്ങൾ കൊണ്ടുപോകും കുഞ്ഞുങ്ങളെ കാണിക്കാനായിട്ട്. അപ്പം ആ മിസ് പറഞ്ഞത് ഇതൊന്നും ഇവിടെ നേരത്തെ വന്നവര് ചെയ്തിട്ടേ ഇല്ലെന്നാ പറഞ്ഞത് മിസ്സേ. അതിന് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായി. ശരിക്കും പറഞ്ഞ ആക്ടിവിറ്റീസ് നമുക്ക് കൂടുതലുണ്ട്. പിന്നെ ഞാൻ കുറെ പേര് ചെയ്യാതെ വന്നാലോ അങ്ങനെ ഞാൻ ജസ്റ്റ് ക്ലാസ്സിലൊന്ന് പറഞ്ഞു പോവാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. മറിയ മോണ്ടിസോറിയുടെ ഒരു ബയോഗ്രഫി നിങ്ങൾക്കൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും മിസ്സേ, പ്രിപ്പയർ ചെയ്യാം. ഒരു മിനിറ്റ്, ഞാൻ എഴുതി വെച്ചൊന്ന് എടുത്തോട്ടെ. ചേച്ചി വന്നില്ലേ? സൗണ്ട് ഒന്നും കേട്ടില്ലല്ലോ. ജയശ്രീക്ക് എന്തോ വയ്യാന്ന് പറയുന്നുണ്ട്, ഹെഡേക്കോ മറ്റോ ആണ് അല്ലേ, പ്രഷറോ? ജയശ്രീ വന്നിരുന്നെങ്കിൽ ഒരു കൊങ്ങിണിപ്പാട്ട് പഠിക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. കൊറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ലൈവ് ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. ആണോ? ഈ സമയം ആയതുകൊണ്ടാണോ അതോ? അതെ, ഞാൻ മിസ്സിനോട് പറഞ്ഞില്ല ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് എന്ന്. കുഴപ്പമില്ല. ഏത് സ്കൂളായിരുന്നു? അട്ടപ്പാടി. നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ട്, മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. അതിന്റെ ഭാഗമായിട്ട് ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് എഴുതിയതാണ്. അതില് ഡോക്ടർ മോണ്ടിസോറി എഴുതിയ ബുക്ക് റീഡ് ചെയ്തിട്ട് റിവ്യൂ എഴുതാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അബ്സോർബന്റ് മൈൻഡ് ആ ഒരു ബുക്കിന്റെ റിവ്യൂ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ബുക്ക് അതിനുവേണ്ടി നിങ്ങൾ ബുക്ക് വാങ്ങണം എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു കണ്ടന്റ് കിട്ടും. എന്റെ കയ്യിൽ ഡോക്ടർ മോണ്ടിസോറിയുടെ 2 ബുക്സ് ആണുള്ളത്. ഡിസ്കവറി ഓഫ് ദ ചൈൽഡും പിന്നെ ഒരെണ്ണം മോണ്ടിസോറീസ് വാക്ക് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. കാണിച്ചു തന്നിരുന്നു അന്നൊരു ദിവസം. അതെ, ഡോക്ടർ മോണ്ടിസോറീസ് ഓൺ ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ലൈബ്രറി ഒക്കെ ഒതുക്കിയപ്പോ എനിക്കറിയാം 2 എണ്ണം എൻ്റെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇത് ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് മാത്രമായിരുന്നു അടുത്തുണ്ടായിരുന്നത്. ഇത് എന്താ പറയാ, ഡോക്ടർ മോണ്ടിസോറീസ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ കുറെ ഒബ്സർവേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഡിസ്കവറി ഓഫ് ദ ചൈൽഡിൽ ഓരോ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആ കുട്ടികളുടെ അവരെങ്ങനെയാണ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങൾ. ഇത് വളരെ ഒരു ചെറിയ ബുക്കാണ്. പിന്നെ കൂടുതലായിട്ട് എനിക്ക് വായിക്കാനൊന്നും സമയം കിട്ടിയില്ല. പക്ഷെ എന്നാലും അന്ന് പഠിക്കുന്ന സമയത്ത് കുറെയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ ഉള്ളൂ, ബുക്ക് റീഡിംഗ് ഒന്നും ചെയ്യാൻ ഞാൻ പറയണില്ല. ബയോഗ്രഫി ഓഫ് ഡോക്ടർ മറിയ മോണ്ടിസോറി ഒരു പിക്ചറൊക്കെ ഒട്ടിച്ച് നമ്മളൊരു അസൈൻമെന്റ് ബുക്കില് വേൾഡ് ഫേമസ് ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അതിലൊരാള് ഡോക്ടർ മോണ്ടിസോറി ആയിരിക്കണം എന്ന് പറഞ്ഞു. അതൊരു ചെറിയ രീതിയിൽ എഴുതുക, അല്ലാതെ ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ബയോഗ്രഫി അത് അതിന് വന്നാൽ മതി കേട്ടോ. പിന്നെ മെമ്മറബിൾ ഇയേഴ്സ് ഓഫ് ഡോക്ടർ മോണ്ടിസോറീസ് ലൈഫ്, അതാണ് ഞാൻ വേറൊരു എഴുതിയത്. അപ്പോൾ അവർ ജനിച്ച വർഷം,
പിന്നെ അവരുടെ എഡ്യൂക്കേഷന്റെ പീരീഡ്, പിന്നെ അവരൊരു സൈക്യാട്രിക് ക്ലിനിക്കിൽ വോളണ്ടറി അസിസ്റ്റന്റ് ആയിട്ട് റോമിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവർ ജോയിൻ ചെയ്തത്. പിന്നെ ഒരു ഓർത്തോഫ്രനിക് സ്കൂളിൽ കൂടുതൽ പഠിക്കാനായിട്ട് അവർ പോയത്, അതും റോമില്. പിന്നെ 1907 അവർ ആദ്യമായിട്ട് ഒരു മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു അങ്ങനെ ഇയർ വൈസ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മരണം വരെ 1952 അവര് 82 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. ഡോക്ടർ മോണ്ടിസോറിയുടെ 2 ബുക്ക് റീഡ് ചെയ്തിട്ട് ഞാൻ ആ റിവ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കമ്പൽസറി ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് തോന്നുവാണ് ഞാൻ അത് ചെയ്താൽ നന്നായിരിക്കും തോന്നുവാണെങ്കിൽ ചെയ്യുക. ബയോഗ്രഫി സെപ്പറേറ്റ് എഴുതണ്ട, നമുക്കൊരു അസൈൻമെന്റ് എന്തായാലും ഉണ്ട്. 10 ക്വസ്റ്റ്യൻ അതിൽ വേൾഡ് ഫേമസ് ടീച്ചേഴ്സ് 5 പേരെ കുറിച്ച് എഴുതാനുണ്ട്. ഞാൻ ആ അസൈൻമെന്റ് തന്നിരുന്നോ? ഇല്ല മിസ്സേ, തന്നില്ല. അതിന്റെ ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എക്സാമിന്റെ റിസൾട്ട് വന്നിരുന്നു? ഇല്ല മിസ്സേ. ശനിയാഴ്ച എഴുതിയുള്ളൂ അല്ലെ? സാറ്റർഡേ എഴുതിയതേ ഉള്ളൂ. ഈ ഒരു മോഡൽ തന്നെയായിരിക്കും മെയിൻ എക്സാമിനേഷനും. യെസ്, റിസൾട്ട് എന്ന് വരും? ഈ ആഴ്ച വരേണ്ടതാണല്ലോ. ഐഡിയ കിട്ടിയല്ലോ എക്സാം എങ്ങനെയാണ്. ഈ മെയിൻ എക്സാം വരുമ്പോൾ സബ്ജക്ട് വൈസ് അതേ ഉള്ളൂ. ആ സബ്ജക്റ്റിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി. ഇതേ പാറ്റേൺ തന്നെയാണ്. അത് മിസ് ഞങ്ങൾ ടെൻഷൻ അടിച്ച പോലെ ഒന്നുമില്ല. ഞങ്ങള് ഒരുപാട് ടെൻഷൻ അടിച്ചു. എല്ലാവരും ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയം വരെ. വെള്ളമൊക്കെ കുടിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരു 22 മിനിറ്റ് ഒക്കെ. അല്ല, ചില കുട്ടികള് കുറെ പേരുടെ മിസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് യോജന എല്ലാരും കഴിഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു, ദേവി ഇതെന്ത് ഇതൊക്കെ വേഗം കഴിഞ്ഞു പോണല്ലോ. ജയശ്രീ ചേച്ചി ലാസ്റ്റ് വന്നിരിക്കുന്നേന്ന് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാരും കഴിഞ്ഞാൽ ജയശ്രീ ചേച്ചിയുടെ കഴിഞ്ഞേ. അന്നേരം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മിസ്സേ. ഞാൻ എന്താണ്ടോ 20 എത്തിയപ്പോഴത്തേനും ആദ്യത്തെ ആള് സബ്മിറ്റ് ചെയ്തു. അപ്പത്തേനും ഭയങ്കര ടെൻഷനായി. സമയം ഇത് ഇത്ര പെട്ടെന്ന് സബ്മിറ്റ് ചെയ്തോന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ അസൈൻമെന്റ് ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഇതൊരു ബുക്കില്, ഇത് മാത്രം നിങ്ങൾ ഒറ്റ ബുക്കില് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു, മാർക്ക് കിട്ടിയില്ല, അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട. നമ്മൾക്ക് വേണ്ടി നമ്മൾ എഴുതുന്നതാ. അതിപ്പോ നോക്കണമെന്നോ അങ്ങനെ നിർബന്ധമില്ല. നമ്മൾക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് എഴുതുന്നതാണ്. ഇത്രയും പേരുടെ നോക്കാനായിട്ട് സമയം കിട്ടുന്നില്ല, അതാണ് മെയിൻ ആയിട്ട് പറ്റുന്നത്. നമുക്കൊരു അസൈൻമെന്റ് ബുക്ക് ഉണ്ട്, അതിനകത്ത് എഴുതിയാൽ മതിയോ? പേജ് ഉണ്ടോ അധികം? അല്ല മിസ്സേ, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ മിസ്സേ, ഇത് നമുക്ക് എപ്പോഴും റെഫർ ചെയ്യാനല്ലേ? അപ്പൊ നമ്മളുടെ ആ സ്റ്റോറീസും പോയംസ് ഒക്കെ എഴുതിയിരിക്കുന്നതിനകത്ത് ഒത്തിരി റെക്കോർഡ് ബുക്കിനകത്ത് ഒത്തിരി പേജസ് ബാലൻസ് ഉണ്ട്. അതിൽ എഴുതിയാലോ? അതിലെഴുതിയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിന്റെ കണ്ടന്റ് ഡിഫറെന്റ് അല്ലേ? ഓ അങ്ങനെ. ഓരോന്നും നമ്മളൊരു തിമാറ്റിക് ആയിട്ടാണല്ലോ എഴുതുന്നത്, അതുകൊണ്ടാണ്. നമുക്ക് അസൈൻമെന്റ് ബുക്ക് വലിയ ബുക്കാണ്, ഒരുപാട് പേജസ് ഉള്ള ബുക്കാണ്. എന്നാ ഒരു കാര്യം ചെയ്താൽ നിങ്ങളൊരു പേജ് മാർക്ക്, സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻസ് എന്നാണ് ഈ അസൈൻമെന്റിന്റെ ടൈറ്റില്. അങ്ങനെ പേജ് മാർക്ക് വെച്ചിട്ട് എഴുതിക്കോ. കാരണം ചിലപ്പോ ഇനി എല്ലാം കാരണം ക്വസ്റ്റ്യൻ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാകും എത്രത്തോളം പേജ് വേണ്ടി വരുന്നത്. 10 ക്വസ്റ്റ്യൻ കാണുമ്പോ അത്രയും ഉണ്ടാവില്ല, ചിലതിനകത്ത് കുറെ എഴുതാനുണ്ടാവും. നമുക്ക് മിസ്സേ ഒരു ഭാഗത്ത് എഴുതാലോ. അതായത് ഒരു ഭാഗത്ത് നമ്മുടെ മെയിൻ അസൈൻമെന്റ് എഴുതിയത് അതിനപ്പുറത്തെ ഭാഗത്തില്ലേ ബാക്ക് സൈഡ് മുതൽ തുടങ്ങാലോ. ഒരു ബുക്ക് പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. മിസ് പറയുന്നത് അത് ചിലപ്പോ തികയാതെ വരുമെന്നാണ് മിസ് പറയുന്നത്. സെപ്പറേറ്റ് ഒരു ബുക്ക് എടുക്കുന്നത് നന്നായിരിക്കും. ഒരു ബുക്ക് കണ്ടോ, ഇത്രയും പേജസേ ഉള്ളൂ. 180 to 100 അത്രയും കണ്ടും പേജേ കാണുള്ളൂ. ഇതിന്റെ വലിപ്പം എത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലാവുന്നോന്ന് അറിയില്ല വലിപ്പം കേട്ടോ. സാധാരണ കോളേജ് നോട്ട്ബുക്ക് അല്ല. സാധാരണ ഒരു കോളേജ് നോട്ട്ബുക്ക് ഇത്രയും വരും. അതിന്റെ ഒരു
3/4 ഒരു 1/3 കുറവ്. മനസ്സിലായി? അത്രയേ ഉള്ളൂ ഇത്. ഇങ്ങനെയുള്ള ഒരു ബുക്കില് ഈ അസൈൻമെന്റില് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തിരിക്കുന്നത് അത് മുഴുവനും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എനിക്ക് കറക്റ്റ് ആ ഒരു ബുക്ക് ഫുള്ള് വേണ്ടി വന്നു. നോക്കൂ, ഡയറിയിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. പിന്നെ റെക്കോർഡ് ബുക്കിലേക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക, കാരണം അത് റെക്കോർഡ്, ഇത് അസൈൻമെന്റ്. അതേസമയം അസൈൻമെന്റ് ബുക്കിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ വരുവാണെങ്കിൽ കുറച്ച് പേജിൽ എഴുതി പിൻ ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. First one, read minimum 3 books relating with school organization and school management and write your reviews about those books. ഇതിന് വേണ്ടിയിട്ട് ബുക്ക് ഷോപ്പിൽ പോയിട്ട് ബുക്കൊന്നും വാങ്ങിച്ചുകൊണ്ട് വരേണ്ട യാതൊരു കാര്യമില്ല, ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ടൈറ്റിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ കൊടുക്കുക. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ ഒത്തിരി ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ആപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നോക്കുമ്പോഴേക്കും നമുക്ക് കുറേ ബുക്സും അതിന്റെ ഓതേഴ്സിനെയും കിട്ടും. ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ബുക്കിന്റെ ഒരു കണ്ടന്റ്, അതിന്റെ ഒരു ബ്രീഫ് കിട്ടും. അത് കൂടാതെ ആ ബുക്ക് വായിച്ച ആളുകളുടെ റിവ്യൂ താഴെ ഇങ്ങനെ കമന്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ചില സൈറ്റിൽ നിന്നൊക്കെ നമ്മൾ ബുക്ക് വാങ്ങാനായിട്ട് കയറുമ്പോൾ അവര് നമുക്ക് 2-3 പേജസ് ഫ്രീ ആയിട്ടൊക്കെ വായിക്കാൻ തരും. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് അതിന് ഒരു ബ്രീഫിംഗ് ആ ബുക്കിനെ കുറിച്ച് എഴുതുക. മനസ്സിലായോ? ക്ലിയർ ആയോ? ഞാൻ അങ്ങനെയാണ് 3 ബുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. ആൾക്കാർ അഭിപ്രായം എഴുതിയിട്ടുണ്ടായിരുന്നു താഴെ, ഒപ്പീനിയൻ റിവ്യൂ പോലെ. അത് വായിച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ബുക്ക് എനിക്ക് കിട്ടിയത് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നും പറഞ്ഞിട്ട് ഓദർ കുൽബീർ സിംഗ് സിദ്ധു, ഇന്ത്യൻ തന്നെയാണ് കിട്ടിയത്. ഈ ഒരു ബുക്കിൽ ഞാൻ എഴുതിയ കാര്യങ്ങൾ പറയാം. ഒരു സ്കൂൾ ഓർഗനൈസേഷന്റെ സെറ്റപ്പും മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ചും എല്ലാം ഈ ഒരു ബുക്കിൽ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബുക്കിൽ കുട്ടികളുടെ റൈറ്റ്സിനാണ്, അവകാശങ്ങൾക്കാണ് ഓദർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂളിൽ നല്ലൊരു ലൈബ്രറി ഉണ്ടായിരിക്കണം. പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടാകണം. പിന്നെ പണിഷ്മെന്റും റിവാർഡും ഒക്കെ പ്രോപ്പർ ടൈമിലൊക്കെ കൊടുത്താൽ മതി എന്നാണ് ഓദർ ഇതിൽ പറയുന്നത്. പിന്നെ സ്കൂളിന്റെ ബാക്ക്ഗ്രൗണ്ട്, ബിൽഡിംഗ്, എക്യുപ്മെന്റ്സ്, മെയിൻ്റനൻസ്, റിപ്പയറിങ്, അതിനെ കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഒരു സ്കൂള് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ബിഗിനേഴ്സിന് നല്ലൊരു റെഫറൻസ് ആണ് ഈ ബുക്ക്. ഇതൊക്കെ റിവ്യൂല് കമന്റിൽ കണ്ടതാണ് കേട്ടോ. പിന്നെ ഹെഡ് മാസ്റ്ററുടെയും ടീച്ചറുടെയും ഇമ്പോർട്ടൻസും അവർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസും ഈ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈം ടേബിളിന്റെ മോഡൽ ഈ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഈ ബുക്ക് സെക്കൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പിന്നെ അതായത് ഈ ഒരു അസൈൻമെന്റിൽ ഈ സ്കൂൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് നിങ്ങളുടെ PGയുടെ ടോപ്പിക്കില് മെയിൻ ആയിട്ട് എംഫസൈസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സ്കൂൾ ഓർഗനൈസേഷൻ, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എല്ലാം. ഒരു സ്കൂൾ തുടങ്ങാൻ പോകുന്നവര് അറിയേണ്ട കുറെ കാര്യങ്ങളാണ് അതിനകത്ത്. അപ്പൊ PG സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെന്റ് ഫ്രം ഡിപ്ലോമയുടെ ആ ഒരു ടോപ്പിക്. അപ്പൊ ഞാനിത് സാധാരണ PG സ്റ്റുഡൻസിനുള്ള ഒരു അസൈൻമെന്റ് ആണ്. പക്ഷെ എനിക്ക് അത് നിങ്ങൾ 2 പേരും എഴുതണം എന്നൊരു തോന്നി. കാരണം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സ്കൂൾ ഓർഗനൈസേഷൻ, അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ മാനേജ്മെന്റ്. പാർട്ട് 4 അതിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അത് കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്തൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോമൺ ആയിട്ട് ഈ അസൈൻമെന്റ് തരുന്നത്. അങ്ങനെയാണ് ആ ബുക്കിനെ പറ്റി കിട്ടിയത്. നെക്സ്റ്റ് സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള ബുക്കാണ് രണ്ടാമത് എനിക്ക് കിട്ടിയത്. M ആൻഡ് നീന ഡാഷ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അറിയില്ല. അപ്പൊ അതിനകത്ത് സ്കൂൾ മാനേജ്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഹെഡ് മാസ്റ്ററുടെ ഇമ്പോർട്ടൻസ്, ടീച്ചേഴ്സിന്റെ റോള്, അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈം ടേബിൾ, റിപ്പോർട്ട് കാർഡ്, അറ്റൻഡൻസ് രജിസ്റ്റർ, ആ ടീച്ചർമാരുടെയും കുട്ടികളുടെയും മറ്റും അറ്റൻഡൻസ് രജിസ്റ്ററും ടൈം ടേബിളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബുക്ക് BEd സ്റ്റുഡൻസ്, നമ്മുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലെ BEd സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആണെന്ന്, അവർക്കത് പഠിക്കാനുണ്ട്. പിന്നെ സ്കൂൾ മാനേജ്മെന്റും അതിന്റെ രീതികളും എല്ലാമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മാനേജ്മെന്റും അവരുടെ ഡിസിഷൻ മേക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ വേരിയസ് സ്കൂൾസിലെ മാനേജ്മെന്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാനായിട്ട് അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പല തരത്തിലുള്ള ബോർഡ് ഉണ്ടല്ലോ ഇന്ത്യയില്, സ്റ്റേറ്റ്, CBSE, ICSE എന്നൊക്കെ പറഞ്ഞ ബോർഡ് ഉണ്ട്, ടെക്നിക്കൽ ഒക്കെ ഉണ്ടല്ലോ. അതിന്റെ ഡിപ്പാർട്ട്മെന്റ്, ഏജൻസീസ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഈ ഒരു ബുക്കിൽ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നാമത്തെ ബുക്ക് എനിക്ക് ഏകദേശം ഈ ഒരു നോട്ട് ബുക്കിന്റെ ഫുൾ വന്നു, അടുത്ത പേജിലെ ഒരു ഹാഫ് അത്രേ വന്നുള്ളൂ. അത്രയൊക്കെ എഴുതിയാൽ മതി. രണ്ടാമത്തെ ബുക്കിനെ കുറിച്ച് എഴുതിയത് ഒറ്റ പേജേ ഉള്ളൂ. അത്രയൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. 1 page is enough. പിന്നെ മൂന്നാമത്തെ ബുക്ക് എനിക്ക് 1 പേജേ വന്നുള്ളൂ. അത് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഓഥർ SK കൊച്ചാർ. എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ളവർക്ക് നല്ലൊരു റെഫറൻസ് ആണ് ഈ ഒരു ബുക്ക്. സ്കൂൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും എഡ്യൂക്കേഷൻ മാനേജ്മെന്റിനെ കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ കുറിച്ചും എല്ലാം ഈ ബുക്കിലുണ്ട്. പിന്നെ 21st സെഞ്ചുറിയിലെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, അതിലെ പല ന്യൂ ചലഞ്ചസ്, അതിനെ കുറിച്ചെല്ലാം ഈ ബുക്സിൽ നല്ല പോലെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെഡ് മാസ്റ്ററുടെയും ടീച്ചറുടെയും കുട്ടികളുടെയും റോൾസ്, പിന്നെ ലൈബ്രറി, ഓഫീസ്, അതിന്റെയൊക്കെ ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഗൈഡാണ്, ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗൈഡാണ്, ഒരു റെഫറൻസ് ആണ്. പിന്നെന്താ, ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടാണ് ഇതിനകത്ത് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കാരണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്കൂളിൽ എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. യോഗയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ 3 ബുക്സിനെ കുറിച്ചും എഴുതിയത്. നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കാരണം അന്ന് ഞാൻ നോക്കിയപ്പോൾ കിട്ടിയ കമന്റ്സും റിവ്യൂസും വെച്ചിട്ട് എഴുതിയിരിക്കുന്നത്. ഇന്ന് ചിലപ്പോൾ റിവ്യൂസ് അതിൽ കൂടുതൽ ഉണ്ടാവുമായിരിക്കും. അങ്ങനെ നോക്കിയിട്ട് കളക്ട് ചെയ്ത് എഴുതും. ക്ലിയർ ആയല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ചിലപ്പോ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അസൈൻമെന്റ് ബുക്കിൽ തികയാതെ വന്നെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെറിയൊരു ബുക്ക്, ഒരു ഡയറി ആയാലും മതി. മിസ്സേ ഒരു ഡൗട്ട്, ക്ലാസ് റൂമിൽ ഇടില്ലേ? ഇടും. ഓക്കെ മിസ്സേ, അതെ നമ്മളിപ്പോ ഇതിന്റെ ബ്രീഫായിട്ട് നമ്മൾ എഴുതുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഈ റിവ്യൂസ് സെപ്പറേറ്റ് അതിലുണ്ടാവുമല്ലോ. അപ്പൊ അത് റിവ്യൂസ് സെപ്പറേറ്റ് എഴുതണം, അതുകൊണ്ട് മിക്സപ്പ് ചെയ്തിട്ട് നമ്മുടേതായ രീതിക്ക് നമ്മൾ എഴുതാ വേണ്ടേ? റിവ്യൂസ് എഴുതുകയല്ല വേണ്ടത്, നമ്മൾ ആ ബുക്ക് വായിച്ച പോലെ നമ്മൾ എഴുതണം അതിന്റെ ബ്രീഫിംഗ്. അല്ല, അവരുടെ റിവ്യൂസ് സെപ്പറേറ്റ് അങ്ങനെ എഴുതണ്ടല്ലോ, നമ്മൾ ബ്രീഫും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ എഴുതണ്ടല്ലോ. നമ്മൾ വായിച്ച പോലെ ആയിട്ട് നമ്മൾ എഴുതിയാൽ മതിയല്ലോ. മതി. കാരണം ഈ ബുക്കൊന്നും പർച്ചേസ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നതാ. നമ്മളത് സെർച്ച് ചെയ്യുമ്പോൾ കുറെ പേര് ഇത് വായിച്ചവർ അവരുടെ അഭിപ്രായം എഴുതിയിട്ടുണ്ടാവുമല്ലോ. അവർ ആ ബുക്കിന്റെ കണ്ടന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു, നമ്മൾ എടുക്കുന്നു, അത്രേ ഉള്ളൂ. വായിച്ച ആൾക്കാർ അതിനെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ നമുക്കത് ധാരാളം മതി അതിനെപ്പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാനായിട്ട്. പിന്നെ ബുക്കിനെ പറ്റി ചെറിയൊരു ഇൻട്രോയും കാണുമായിരിക്കും സെർച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് മോഡൽസ് ഓഫ് ടൈം ടേബിൾ. ഒരു സ്കൂളിൽ എത്ര ടൈം ടേബിൾ ഉണ്ടാവും? ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും കാണും ഓരോന്ന്. പ്രിൻസിപ്പലിന് ടൈം ടേബിൾ ഇല്ലേ? പ്രിൻസിപ്പലിനെ ഇങ്ങനെ നോക്കുമ്പോ ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചറാന്ന് അറിയേണ്ട ഒരു ടൈം ടേബിൾ ഉണ്ടാവില്ലേ? ഒരു 3 ടൈം ടേബിൾ ആണ് ശരിക്കും ഒരു സ്കൂളില് ശരിക്കും വേണ്ടത്. ഇപ്പൊ പിന്നെ CCTV ക്യാമറ ഒക്കെ ഉണ്ടാവും ക്ലാസ് റൂമിൽ. ഓരോ ക്ലാസ് റൂമിൽ എന്താണ് നടക്കുന്നത്, ഏത് ടീച്ചറാന്നുള്ളതൊക്കെ പ്രിൻസിപ്പലിന്റെ റൂമിൽ ഇരുന്ന് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ 3 മോഡൽസ് ടൈം ടേബിൾ ഉണ്ടാക്കണം. സ്റ്റുഡൻസ് ടൈം ടേബിൾ, ടീച്ചേഴ്സ് ടൈം ടേബിൾ, പ്രിൻസിപ്പൽസ് ടൈം ടേബിൾ. സ്റ്റുഡൻസ് ടൈം ടേബിൾ ഞാനൊരു KG സെഷനിലെ ആ ഒരു രീതിയിലാണ് ടൈം ടേബിൾ ഉണ്ടാക്കിയത്.
നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കാട്ടോ. ഞാൻ മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. 6 പീരീഡ്, മോർണിംഗ് 3 പീരീഡ്, ആഫ്റ്റർനൂൺ സെഷൻ 3 പീരീഡ്, അങ്ങനെ ടോട്ടൽ 6 പീരീഡ് എന്നുള്ള രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. ഇനി ഈ ടൈം ടേബിളില് 3 പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ആണ്, ലഞ്ച് ബ്രേക്ക്. ആ ഒരു പിന്നെ ഞാൻ ഇടയ്ക്കുള്ള ആ ഒരു മോർണിംഗിലും ഈവനിങ്ങിലും ഇടയ്ക്കുള്ള ആ ഒരു ചെറിയ ബ്രേക്ക് ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇട്ട ടൈം ടേബിളില് LKG സെഷനിലെ മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമുക്കൊരു മോഡൽ മതിയല്ലോ. അപ്പൊ LKGയിലെ മാത്രം ടൈം ടേബിള്, LKGയിലെ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മാത്സ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, GK, IT, ഡാൻസ് ഓർ മ്യൂസിക്, സ്റ്റോറി, പിന്നെ കർസീവ് റൈറ്റിംഗ്, കളറിംഗ്, പ്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു 6 പീരീഡും എൻഗേജ് ആക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. മാം ഇതിന്റെ മോഡൽ കാണിച്ചു കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ലൈൻസ് ഉള്ള ബുക്കായത് കാരണേ. കാണാമോ? ഞാൻ സൂം ചെയ്തൊക്കെ നോക്കാം. അന്ന് പിന്നെ മോൻ KGയിലും കണ്ട് പഠിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ അതാണ് നേരെ അവന്റെ ടൈം ടേബിൾ എടുത്തിട്ടാണ് സെറ്റ് ആയി. നെക്സ്റ്റ് വൺ, ടീച്ചേഴ്സ് ടൈം ടേബിൾ. ഓക്കെ, LKGയിലും UKGയിലും ഞാൻ KG സെഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് സ്റ്റുഡൻസ് ടൈം ടേബിളും ടീച്ചേഴ്സ് ടൈം ടേബിളും പ്രിൻസിപ്പൽസ് ടൈം ടേബിളും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് ടൈം ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ LKGയിലും UKGയിലും പോകുന്നൊരു വിചാരിച്ച് ആ ഒരു രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. അതിൽ തന്നെ LKG 2 സെഷൻ ഉണ്ട്, LKG 1ഉം LKG 2ഉം, UKG 1ഉം UKG 2ഉം. LKG A, LKG B എന്നോ നിങ്ങൾ ഡിവിഷൻ കൊടുക്കുന്ന പോലെ അങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പൊ ടീച്ചർ 6 പീരീഡില് ടീച്ചർ എവറി ഡേ 5 പീരീഡ് വർക്കിംഗ് ആയിരിക്കും. 1 പീരീഡ് ടീച്ചർക്ക് ബ്രേക്ക്. ആ ഒരു രീതിയിലാണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. ടീച്ചർ ഈ 4 ക്ലാസ്സിലും പോകുന്നുണ്ട്. അപ്പോ ഏതോ ഒരു ക്ലാസ്സില് 2 ക്ലാസ്സിലെങ്ങാണ്ട് ഒരു ക്ലാസ്സിൽ ടീച്ചർ 2 പ്രാവശ്യം പോകും. എന്നാലാണല്ലോ നമുക്ക് 6 പീരീഡിൽ 5 പീരീഡ് എൻഗേജ്ഡ് ആകുള്ളൂ. LKG 1 ഉണ്ട്, LKG 2 ഉണ്ട്, UKG 1 ഉണ്ട്, UKG 2 ഉണ്ട്. അപ്പൊ 4 ക്ലാസ്സസ് ഉണ്ട് ഈ ടീച്ചർക്ക്. 4 സെഷനിൽ ടീച്ചർ പോകണം. അപ്പൊ അതില് ഒരു പീരീഡ് ബ്രേക്ക് വരുന്നു. അപ്പൊ ഫസ്റ്റ് മൺഡേ ചെയ്തപ്പോ LKG 1 2 പ്രാവശ്യം പോകുന്നുണ്ട്, LKG 2 1 പ്രാവശ്യം, പിന്നെ UKG 1, UKG 2. അപ്പൊ തന്നെ 5 പീരീഡ് ആയി. അങ്ങനെ എല്ലാ ദിവസവും 1 പീരീഡ് ബ്രേക്ക് കൊടുത്തിട്ടാണ് ടീച്ചർ ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്തത്. ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്സേ, അപ്പൊ ഒരു ടീച്ചറിന്റെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്താൽ മതിയോ? അത് മതി, നമുക്കൊരു മോഡലാ വേണ്ടത്. ഓക്കെ മിസ്സേ. പക്ഷെ പ്രിൻസിപ്പളിന്റെ അടുത്ത് വരുമ്പോ ഒരു ടീച്ചർ പോരാ. അവിടെ അതാണ് കുറച്ചുകൂടെ ചെയ്യാനുള്ളത്. കുറച്ചൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. ഈ പ്രിൻസിപ്പൽസ് ടൈം ടേബിൾ ഫോർ KG സെഷൻ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4 ക്ലാസ് ആണുള്ളത്. എത്ര ടീച്ചർ വേണമെന്ന് നമ്മൾക്ക് ആദ്യമേ ഒരു ഐഡിയ വേണം. അപ്പൊ ഞാൻ 6 ടീച്ചേഴ്സ് ടോട്ടൽ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. ടീച്ചർമാർക്ക് പേര് കൊടുത്തു. T1, T2, T3, T4, T5, T6 എന്ന് പേര് കൊടുത്തു. പേര് കൊടുത്തിട്ട് ഓരോ ടീച്ചർമാര് LKGയിലും UKGയിലും 2 സെഷനിലും ഈ 6 പേരും പോകുന്ന രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്തു. ഇത്തിരി പണിയായിരുന്നു അത്. കാരണം ഇപ്പൊ മൺഡേ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പീരീഡ് 4 ക്ലാസ്സുകൾ എൻഗേജ് ചെയ്യിക്കണം അല്ലെ, ഫസ്റ്റ് പീരീഡ്. അപ്പൊ 4 ടീച്ചർമാര് ആണ് ഈ 4 ക്ലാസ്സിലും എൻഗേജ്ഡ് ആകുന്നത്. 2 പേര് അപ്പോ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അടുത്ത പീരീഡ് ആകുമ്പോ ഈ 2 പേരെ എൻഗേജ് ചെയ്യിക്കുകയോ വേണം, വേറെ 2 പേരെ ഫ്രീ ആക്കുന്ന രീതിയിൽ അടുത്ത ടൈം ടേബിൾ ഇടണം. കാരണം ഏതെങ്കിലും ഒരു ടീച്ചർ ലീവ് ആണെങ്കിൽ ഫ്രീ ആയിട്ടിരുന്ന ടീച്ചർക്ക് കയറാലോ. അതുകൊണ്ടാണ് 6 ടീച്ചർമാരെ എടുത്തത്. ഇറ്റ്സ് അപ് ടു യു. 7 പേരെടുക്കാം, 8 പേരെടുക്കാം. ഈക്വൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ പാടായിരിക്കും. കാരണം ടീച്ചർ ലീവ് ആയി കഴിഞ്ഞാൽ പകരം കയറാൻ ആളില്ലാണ്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 4 ക്ലാസ്സിലേക്ക് 6 ടീച്ചേഴ്സിനെ സെറ്റ് ചെയ്തിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്തു. അതൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, മൺഡേ ഫസ്റ്റ് പീരീഡ് T2 എന്നുള്ള ടീച്ചറെ ഫ്രീ ആക്കി. T2ഉം T5ഉം ഫ്രീ ആയി, ബാക്കിയുള്ളവർ കയറി. നെക്സ്റ്റ് പീരീഡിൽ T2, T5 കയറണം, 2 പേരെ ഫ്രീ ആക്കി.
അങ്ങനെ ഓരോ പീരീഡും സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അറ്റ് എ ടൈം ഒരു ഏതെങ്കിലും ഒരു എന്താ പറയാ 2 ടീച്ചർമാരായിരിക്കും ബ്രേക്ക് എടുത്ത് പുറത്ത് നിൽക്കുന്നത്. അപ്പൊ എല്ലാ ടീച്ചർമാർക്കും ഈക്വൽ ബ്രേക്ക് ഒരു ദിവസം കിട്ടണം. ഒരാൾക്ക് കൂടുതൽ ആ രീതിയിൽ കിട്ടരുത്. അപ്പൊ അതൊന്ന് നോക്കി നിങ്ങളൊന്ന് ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ടീച്ചേഴ്സ് പ്രിൻസിപ്പൽസ് ടൈം ടേബിൾ, കുട്ടികളുടെയും ഒരു ടീച്ചറുടെ ടൈം ടേബിൾ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ അത് പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ ആവുമ്പോൾ എല്ലാ ക്ലാസ്സും വരണം, എല്ലാ ടീച്ചർമാരും വരണം. അതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Visit a preschool working in good way and write a brief description about that school. ഇത് നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോയവർക്ക് എളുപ്പമായിരിക്കും. കാരണം ഓൾറെഡി നിങ്ങളൊരു സ്കൂളിൽ പോയി കഴിഞ്ഞു. ആ സ്കൂളിനെ പറ്റി, ആ സ്കൂൾ എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് രീതികൾ എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പഠിച്ച ആ സ്കൂളിനെ പറ്റി എഴുതാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും സ്കൂള്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു പ്രീ സ്കൂൾ വിസിറ്റ് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. പ്രീ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരുണ്ടാവും, ടീച്ചിങ് പ്രാക്ടീസിന് പോയവരുണ്ടാവും, മക്കൾ പഠിക്കുന്ന സ്കൂളുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരു കുട്ടി പഠിക്കുന്ന സ്കൂള്, തൊട്ടടുത്ത വീട്ടിലെ കുട്ടി പഠിക്കുന്ന സ്കൂൾ, അതിനെപ്പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ്, മേക്കിംഗ് എ FAQ, frequently asking questions. Frequently asking questions. അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക വിത്ത് ആൻസേഴ്സ് ഫോർ എ ന്യൂലി സ്റ്റാർട്ടിംഗ് സ്കൂൾ. പുതുതായൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. നമ്മൾ നമ്മുടെ കുട്ടിയെ അവിടെ ചേർക്കാൻ പോകുവാണെങ്കിൽ നമുക്ക് കുറെ ഡൗട്ട്സും കൺസേൺസും ഉണ്ടായിരിക്കും അല്ലെ ആ സ്കൂളിനെ കുറിച്ച്. അപ്പൊ നമ്മൾ എന്തൊക്കെ ചോദിക്കുമായിരിക്കും? നമ്മുടെ കുട്ടിയെ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോവാം, നമുക്ക് കുറെ സംശയങ്ങളും കൺസേൺ ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും ചോദിക്കുക? ഒന്ന് ട്രാൻസ്പോർട്ടിംഗ് ഫസ്റ്റ്, കുട്ടികളെ വാൻ സൗകര്യം ഉണ്ടോന്ന് ചോദിക്കും. പിന്നെ ഫുഡിന്റെ കാര്യങ്ങൾ ചോദിക്കും, നമ്മൾ ഫുഡ് കൊണ്ടുവരണോ അല്ലെങ്കിൽ സ്കൂളിലുണ്ടോ, അങ്ങനെ. പിന്നെ ഫീസും കാര്യങ്ങളും പ്രത്യേകിച്ച് ചോദിക്കും. പിന്നെ യൂണിഫോം ചോദിക്കും, യൂണിഫോം ചോദിക്കാം. നമുക്കൊരു 10 to 12 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലേ വിത്ത് ആൻസേഴ്സ്? ഞാൻ എഴുതിയതൊന്ന് വായിക്കാം. എന്തെങ്കിലും പറയണ്ടോ? 12 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് ചോദിക്കാൻ പറ്റും. ജസ്റ്റ് ഒരു മോഡൽ എന്നുള്ള നിലയിൽ ഞാൻ പറയാം. വാട്ട് ഈസ് ദ ടൈമിംഗ് ഓഫ് ദ സ്കൂൾ? 10 AM to 3 PM. Whether conveyance is provided. യാത്രാ സൗകര്യമുണ്ടോ? Yes. How many working days per week? 5 days per week, Monday to Friday. Is there uniforms? Yes. From where we will get uniforms? School will provide uniforms for every kid. Is there only one uniform? No. Wednesday we have different type of uniform. Other 4 days, same color uniforms which will be given in 2 pairs. What are the other materials the children have to bring? Children should bring bag, lunch, water bottle, snacks and umbrella if needed. What about textbooks and notebooks? All the books will be provided from the school itself. Is there any extracurricular activities? Yes, dance and music. What is the fee structure? Fee details are given in the brochure itself. If any doubt, you can contact the telephone number given in the brochure. Is there any evaluation? Yes, weekly and monthly evaluations are there. Is there any PTA meeting? Yes, monthly there is PTA meeting. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ റെലവെന്റ് ആയിട്ടുള്ളതൊക്കെ ആഡ് ചെയ്യണം തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനപ്പോ അന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയില്ലേ? FAQ, ഫ്രീക്വന്റ്ലി ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കുട്ടികളെ. Okay, next, write about good preschool teachers and finding out their qualities. അത് നമ്മൾക്ക് പേഴ്സണലി അറിയാവുന്ന പ്രീ സ്കൂൾ ടീച്ചറെ തന്നെ കിട്ടിയില്ലെങ്കിലും
നിങ്ങൾക്ക് നിങ്ങളെ വലിയ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറോ അങ്ങനെ എന്താണോ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അറിയാവുന്ന ഒരു 3 പേരെ കുറിച്ച് എഴുതുക എന്നുള്ളതാണ്. നമ്മൾക്ക് ചെറുപ്പത്തിൽ തോന്നിയിട്ടില്ലേ, ഈ വലുതാവുമ്പോ ടീച്ചർ ഞാൻ എനിക്ക് ടീച്ചർ ആകണം, ടീച്ചർ ആകുവാണെങ്കിൽ ഈ ടീച്ചറെ പോലുള്ള ടീച്ചർ ആകണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെ ഞാൻ എഴുതിയത്, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ മോണ്ടിസോറി സ്കൂളിലെ ഡയറക്ടർ ഉണ്ടായിരുന്നു അജിത് സാറിനെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. പിന്നെ ഒരെണ്ണം എന്റെ മോനെ LKG പഠിപ്പിച്ച സിസ്റ്റർ ആൻഡ്രീറ്റയെ കുറിച്ചായിരുന്നു എഴുതിയത്. പിന്നെ ഞാൻ അന്ന് LKG UKG ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പഠിക്കുന്ന സമയത്ത്, ആയി വരുന്നേ ഉള്ളൂ. ഞാനൊരു നഴ്സറിയിലാണ് പോയത് 2 വർഷം. അവിടെ എന്നെ പഠിപ്പിച്ച കനക ടീച്ചറെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. ഈ 3 പേരെയാണ് ഞാൻ എഴുതിയത്. നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ടീച്ചറെ കുറിച്ച് എഴുതുക. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലെ. ടീച്ചറിന്റെ നെയിം മെൻഷൻ ചെയ്യണോ? ആ നല്ലതായിട്ട് എഴുതുവാണല്ലോ, അപ്പൊ നമുക്ക് പേര് മെൻഷൻ ചെയ്യാം. പേര് മെൻഷൻ ചെയ്യാമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ വൈകിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണോ. നിങ്ങൾക്ക് വളരെ പോയ ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതാൻ പറ്റുമോ? എന്താണ് ഞങ്ങൾ ഇന്റേൺഷിപ്പിന് പോയ സ്ഥലത്തുള്ള ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതാൻ പറ്റുമോ? ആരെ കുറിച്ച് വേണമെങ്കിൽ എഴുതാം. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു ടീച്ചർ ആയിരിക്കണം. കാരണം നമുക്കൊരു ടീച്ചറെ ഇങ്ങനെ പരിചയപ്പെടുമ്പോ, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ സ്കൂളിലൊക്കെ പഠിപ്പിച്ച ചില ടീച്ചർമാർ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലേ. കാരണം നമുക്ക് ദിവസത്തിൽ എപ്പോഴെങ്കിലൊക്കെ അവരുടെ ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട് ചില ടീച്ചേഴ്സ്. അതുപോലെ നമ്മളെ 2 രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ടാവും. ഒരു ടീച്ചർ എങ്ങനെ ആകണമെന്നും ഒരു ടീച്ചർ എങ്ങനെ ആകരുതെന്നും തോന്നിയിട്ടുള്ള ടീച്ചർ, അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ എഴുതേണ്ടത് നമുക്ക് അത്രയും പ്രിയപ്പെട്ട, നമുക്ക് വളരെ കണക്ഷൻ തോന്നിയിട്ടുള്ള ടീച്ചർമാരെ കുറിച്ചാണ് എഴുതുന്നത്. നെക്സ്റ്റ്, ഒരു പ്രീ സ്കൂൾ ടീച്ചറുടെ ക്വാളിറ്റീസ് എഴുതണം. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടുമായിരിക്കും. പക്ഷേ ഈ ഒരു സംഭവം ഗൂഗിൾ ചെയ്യാതെ ഒന്ന് എഴുതാനൊന്ന് ശ്രമിച്ചു നോക്കൂ. ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ട് എത്ര പേജ് എഴുതിയെന്നറിയോ? 5.5 പേജ് എഴുതി. അതിങ്ങനെ വന്നു, എഴുതാൻ തുടങ്ങിയപ്പോ വന്നു. നമ്മുടെ ഉള്ളിലുള്ള ക്വാളിറ്റീസും നമ്മൾ കണ്ട ടീച്ചർമാരുടെ ക്വാളിറ്റീസും, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലെ കുറെ ടീച്ചർമാരുണ്ടാകും. അങ്ങനെ ഇപ്പൊ ആ ഒരു ജേർണിയിൽ ഇപ്പൊ നിങ്ങളൊരു 3/4 കഴിഞ്ഞു, ഒരു ഫെസിലിറ്റേറ്റേഴ്സ്മാരായി കഴിഞ്ഞു അല്ലെ. ഇപ്പൊ സ്റ്റുഡൻസ് ഒന്നുമല്ല. അപ്പൊ നമ്മൾക്കുണ്ടായ മാറ്റങ്ങളും നമ്മൾക്കുണ്ടായ ക്വാളിറ്റീസും, നമ്മൾ കണ്ട ടീച്ചർമാരുടെ ക്വാളിറ്റീസും, നമ്മളുടെ കൂടെയുള്ള ഫ്രണ്ട്സിന്റെ ക്വാളിറ്റീസും അതൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. മറിയ മോണ്ടിസോറി പകർന്നു തന്ന കുറെ കാര്യങ്ങളുണ്ട്. കുറെ എഴുതി കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത്രയും പേജ് എഴുതിയത് ഒരു ഗൂഗിളിൽ നോക്കി എഴുതിയതല്ല കേട്ടോ. പ്രീ സ്കൂൾ ടീച്ചേഴ്സ് നീഡ് എ ലോട്ട് ഓഫ്, മേ ബി ചിലപ്പോ എൻ്റെ കയ്യിൽ കുറെ ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൽ നിന്ന് എഴുതിയ കുറെ കാര്യങ്ങളായിരുന്നു. ക്വാളിഫിക്കേഷൻ വേണം, ബട്ട് ടുഗദർ വിത്ത് ഷീ ഷുഡ് ബി ഗുഡ് അറ്റ് ഹേർട്ട്. ടീച്ചർ ഷുഡ് ഹാവ് മെന്റൽ കൺട്രോൾ. She should have the capacity to control 5 external and 5 internal senses and thereby control over her mind. People having interest and aptitude in teaching profession only needed to join in this field. പിന്നെ ഫുൾ കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ആവശ്യമുള്ള ഒരു ജോലിയാണ് ടീച്ചേഴ്സ് ജോബ് എന്ന് പറയുന്നത്. കുട്ടികളുടെയും പാരന്റ്സിന്റെയും നീഡ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഒരു ടീച്ചർ എന്ന് പറയുന്നത്. ഒരു എൻകറേജിങ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റുഡൻസ് പരസ്പരം സപ്പോർട്ട് ചെയ്ത് വേണം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വരാൻ. ആ രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ടീച്ചർ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ കുട്ടികളെ റെസ്പെക്ട് ചെയ്യണം, വിത്തൗട്ട് സ്കെയറിങ് ദം. അവരെ പേടിപ്പിക്കാതെ റെസ്പെക്ട് ചെയ്യണം. കുറെ കഥ എഴുതി വെച്ചിട്ടുണ്ട്, എവിടെ നിന്ന് എങ്ങനെ വന്നു ഒരു പിടി. പിന്നെ അതുപോലെ തന്നെ പിന്നെ വോയിസ്, ടീച്ചേഴ്സിന്റെ ഒരു ബ്ലെസ്സിങ് ആണല്ലേ വോയിസ് എന്ന് പറയുന്നത്. നല്ലൊരു ശബ്ദം പലപ്പോഴും കുട്ടികളെ കീഴടക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് വോയിസ് ക്വാളിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. പാട്ട് പാടുന്നവർക്ക് മാത്രമല്ല, നമ്മുടെ ജോബിന് നമ്മുടെ ഒരു ആയുധം നമ്മളുടെ ശബ്ദം തന്നെയാണ്. നല്ല ക്ലിയർ ആയിരിക്കണം. പിന്നെ മോഡറേറ്റ്ലി പിച്ച് ആയിരിക്കണം എന്നാ പറയാ. ഞാൻ പറഞ്ഞ പാട്ടുകാർക്ക് ആണോ? ഇപ്പോഴും ഇല്ല. ഞാനിങ്ങനെ ജയശ്രീ വരുവാണെങ്കിൽ ഒരു കൊങ്ങണിപ്പാട്ട് പഠിപ്പിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഞാൻ പറവൂരിന്നായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കോഴ്സ് ചെയ്യാനായിട്ട്.
വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ വീട് ആലുവയായിരുന്നു. പിന്നെ പറവൂര് കല്യാണം കഴിച്ചതോ അങ്ങനെ എന്തോ ചെറിയൊരു ബന്ധം പറവൂരായിട്ട്. പിന്നെ അന്ന് ഈ മുക്കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കൂടെ ഉള്ളവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് എന്നെ കൊണ്ടൊരു കൊങ്ങണി പാട്ട് പഠിപ്പിക്കണം. ഞാൻ കൊങ്ങണിയാന്ന് വിചാരിച്ചിട്ട് പറവൂരിന്നും കൂടെ അല്ലേ വന്നിരിക്കണേ, പറവൂർ ഇങ്ങനെ അത് ഇത് ചെയ്തേക്കില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറിയാൻ കൂടി ഇല്ല ആ ഭാഷ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജയശ്രീ ഇങ്ങനെ ഒന്ന് വരുവാണെങ്കിൽ ജയശ്രീ കൊണ്ട് ഒരു കൊങ്ങണി പാട്ട് പഠിപ്പിക്കാനിരിക്കുവായിരുന്നു. ക്രിയേറ്റ് ചെയ്തിട്ട് പാടാം. ഓക്കെ ഓക്കെ. പിന്നെ കുത്തി തുളച്ചു കയറുന്ന രീതിയിലുള്ള ശബ്ദം കുട്ടികൾക്ക് പേടിയാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ഷ്രിൽ വോയിസ് ഒന്നും നമുക്ക് ഉണ്ടാക്കരുത്. അത് ചിലപ്പോൾ കുട്ടികളുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യും. അവർ ചിലപ്പോൾ ഞെട്ടിപ്പോവും, അവര് ശ്രദ്ധിക്കില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ എഴുതിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾ നമ്മളുടെ ഡ്രസ്സിങ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളുടെ ഹാബിറ്റ്സ്, നമ്മുടെ മാനേഴ്സ്, നമ്മുടെ മാനറിസം, നമ്മളുടെ ശബ്ദം. ഒരു ടീച്ചറും കുട്ടിയും കളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മളെ ആയിരിക്കും റോൾ മോഡൽ ആക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം. പിന്നെ റോൾ മോഡൽ ആയിരിക്കണം. പിന്നെ പങ്ക്ച്വൽ ആയിരിക്കണം, കാരണം കുട്ടികളെല്ലാം ഫോളോ ചെയ്യുമല്ലോ. എല്ലാ കുട്ടികളെയും ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. പിന്നെ അങ്ങനെ ഒരു സ്പെഷ്യൽ കെയർ ഏതെങ്കിലും കുട്ടിയോട് കാണിച്ചു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടാകും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ എഴുതിച്ചത്. പിന്നെ കുറച്ച് കുട്ടികൾക്ക് ലെസൺസ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്, ഡിഫറെന്റ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇത് ഞാൻ എഴുതിയത് എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. എന്റെ ഒരു എക്സ്പീരിയൻസ് അല്ല, എന്റെ മോളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് എഴുതിയത്. കാരണം എന്ന് വെച്ചാല് മോള് ഞങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ നിന്ന് കംപ്ലൈന്റ് കിട്ടി. അവള് 2ാം ക്ലാസ്സിൽ പഠിക്കും. അവർക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എങ്ങനെയാണോ റെസ്പെക്ട് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ അവൾ എന്താ ചെയ്തത്, അവൾ എന്തെങ്കിലും വികൃതി കാണിച്ചോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഇതാണ്: ഞങ്ങള് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോ, പ്രണവി എന്നാണ് മോളുടെ പേര്, അവള് പഠിപ്പിക്കുമ്പോ ശ്രദ്ധിക്കും. പക്ഷെ ഇവര് ലെസൺസ് റിപ്പീറ്റ് ചെയ്യുമല്ലോ, 2ാമത് പറയുമ്പോൾ അവള് മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അവള് തിരിഞ്ഞിരിക്കുന്നു പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താ ടീച്ചർ ക്ലാസ്സിലെത്തുമ്പോ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നേ? ടീച്ചർ ആദ്യം പറയുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി, പിന്നെ 2ാമത് പറയുമ്പോ എന്തിനാ കേൾക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ശ്രദ്ധിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ടീച്ചർക്ക് ഭയങ്കര ഫീൽ ചെയ്തു. കാരണം എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്തു കുട്ടി. ഞാൻ പറയുന്നത് അവള് ശ്രദ്ധിച്ചില്ല. ഞാൻ പറഞ്ഞു, ടീച്ചർ ഇതാണ് കാര്യം. അവള് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ അതായിരുന്നു. ഞാൻ പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഈ ടീച്ചർ പറയുമ്പോ ശ്രദ്ധിക്കണേന്ന്. അപ്പൊ ടീച്ചർ പറഞ്ഞത് അത് വേറൊന്നും കൊണ്ടല്ല പ്രണവിയുടെ അമ്മേ, ഞങ്ങള് എല്ലാ കുട്ടികളും ഒരുപോലെയല്ലോ. ഈ ചില കുട്ടികൾക്ക് 2-3 പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. ഞാനത് പിന്നെ മോളെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ഒരു പ്രായത്തിൽ അവൾക്ക് അത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ടീച്ചർ പറഞ്ഞു ഞാൻ ഓർക്ക്. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എഴുതിയത്. അങ്ങനെ നമ്മൾ പലതവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നരുത്, നല്ലൊരു പേഷ്യൻസ് ഉണ്ടാവണം. അങ്ങനെ ഇങ്ങനെ കുറെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണോ പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നല്ലൊരു നോളജ് വേണം ടീച്ചർക്ക്, അല്ലെ ഒരു ഡേറ്റ കോച്ചായിരിക്കണം. പിന്നെ ചെയ്യുന്ന പ്രൊഫഷനോട് നല്ലൊരു ഇഷ്ടം തോന്നണം. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും പല റോൾസ് ടീച്ചർ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോ മദർ, സിസ്റ്റർ, ഫ്രണ്ട്, സെർവന്റ്, സൈക്കോളജിസ്റ്റ്, അങ്ങനെ പല പല റോൾസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കുട്ടികളെ കളിയാക്കി ചിരിക്കുന്ന ഒരാളാവരുത് ടീച്ചർ. അവരുടെ ഒപ്പം ഇങ്ങനെ എൻജോയ് ചെയ്ത് ചിരിക്കണം. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഗൂഗിൾ ചെയ്ത് കിട്ടുന്നല്ലോ, നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നേ. മിസ് അത് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തു. ഒരു ആൺകുട്ടിയുടെ പേര് എഡി എന്നാണ് മിസ്. എഡി. അപ്പൊ ഇതുപോലെ അപ്പൊ എഡി ഇങ്ങോട്ട് വന്ന് ചേച്ചി ആദ്യം വിളിച്ചപ്പോ എനിക്കറിയില്ല ഈ കുട്ടിയുടെ ബോയിന്റെ പേര് എഡി എന്നാണെന്ന്. അപ്പൊ നമ്മള് പെട്ടെന്ന് ഇങ്ങനെ വിചാരിക്കും ചേച്ചി എന്നാ എഡി എന്ന് വിളിക്കുന്നേന്ന്. എഡി ഇങ്ങോട്ട് വന്നേന്നേ അറിയുള്ളൂ ചേച്ചിയെ. ഞാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ച് പെൺകുട്ടിയാണ് വിളിക്കണേന്ന്, പക്ഷെ ആൺകുട്ടിയുടെ പേരാണ് എഡിന്ന്. അപ്പൊ അത് മാത്രം ഒരു ഇതായിരുന്നു മിസ്. അത് വിളിക്കും. പിന്നെ ചോദിച്ചു മനസ്സിലായി എഡി എന്നാണ് കുട്ടിയുടെ പേര്. എഡി എന്നാണ് പേര്. ഞാനും അത് തന്നെ വിളിക്കാൻ തുടങ്ങി, എഡിയും കൊണ്ട്, കാരണം അതാണ് പേര്. അപ്പൊ വിളിച്ചു പോവും. വേറെ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു കോമഡി ആവും.
ഓക്കെ. പിന്നെ ടീച്ചിങ് ഇൻ ഫ്രീ സ്കൂൾ ക്യാൻ ബി ടയറിംഗ് ആൻഡ് സ്ട്രെസ്ഫുൾ ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഇൻക്രെഡിബ്ലി റിവാർഡിംഗ് ഇൻ ദ എൻഡ് എന്നാണ് ഞാൻ അവസാനിപ്പിച്ചത്. അപ്പൊ ഈ അങ്ങനെ ടീച്ചേഴ്സ് ഇപ്പം നമുക്ക് പല രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 ടീച്ചർമാരെ കുറിച്ച് സ്കൂളിലെ? പറഞ്ഞിട്ടില്ല മിസ്സേ. പറഞ്ഞിട്ടില്ല. ഇല്ല മിസ്, ആദ്യം പറഞ്ഞിട്ടില്ല. വർഗീസ് സാർ ഉണ്ടായിരുന്നു. 7th എന്നെ പഠിപ്പിച്ചത്. സാറ് ഒരു സ്കൂളിലും അങ്ങനെ സ്ഥിരമായി നിൽക്കില്ല. ട്രാൻസ്ഫർ ചോദിച്ച് വേറെ സ്കൂളിലേക്ക് പോകും. അത് വീടിനകത്തായാലും അകലെ ആയാലും ഒന്നും സാറിന് പ്രശ്നമില്ല. സാർ സയൻസ് ആയിരുന്നു എടുത്തത്, മലയാളം മീഡിയം ആയിരുന്നു ഞങ്ങള്. സാറ് പക്ഷെ ഒരു കുട്ടിയോടും ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും ഒന്നുമില്ല. ഹോൾ ക്ലാസ്സിൽ 40 പിള്ളേരുണ്ടായിരുന്നു. 40 പേരെയും ഒരേപോലെ കാണുന്ന ഒരു സാറായിരുന്നു. നന്നായി പഠിപ്പിക്കുകയും ചെയ്യും. ഭയങ്കര ഒരു സ്ട്രിക്റ്റ് പോലെ നിൽക്കും. പക്ഷെ നമുക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊക്കെ തോന്നും. പേടി എന്നൊരു ഭയഭക്തി ബഹുമാനം അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ 7th സ്റ്റാൻഡേർഡ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങള് 8th ഫസ്റ്റ് ഡേ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ 7th ഇരിക്കുന്നത്. അവിടെ നിന്ന് നമ്മളുടെ ടീച്ചർ ഓരോരുത്തരെയായിട്ട് നമ്മൾ അങ്ങനെ 8th പോവുകയാണല്ലോ. അങ്ങനെ ഫസ്റ്റ് ഡേ വന്ന എല്ലാവരും 7th ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു മാത്സ് ടീച്ചർ ആയിരുന്നു, ദേവകി ടീച്ചർ. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ച് എല്ലാരോടും വരിയായിട്ട് 8th ക്ലാസ്സിലേക്ക് പോകാൻ പറഞ്ഞപ്പോ സാറ് വന്നു. സാറ് ക്ലാസ്സിലേക്ക് കയറി വന്നിട്ട് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ വിറയ്ക്കുവാണേ. സാറിന് എല്ലാവർക്കും പൊതുവെ പേടിയാണ്. അപ്പൊ എല്ലാ കുട്ടികളും പോയി കഴിഞ്ഞപ്പോ സാർ എന്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നന്നായി വരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് കരയാൻ വരുമോ എന്തൊക്കെയൊക്കെയോ എനിക്ക് കരച്ചില് വരൂ. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ഇതുവരെ സാർ എന്നെ പ്രത്യേകിച്ച് പരിഗണിച്ചിട്ടില്ല. ഈവൻ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു. മാർക്ക് ഷീറ്റ് തരുമ്പോ നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഒരു അപ്രീസിയേഷൻ ഒന്നുമില്ല. എത്ര മാർക്ക് കിട്ടിയ കുട്ടികളെയും സാർ ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അന്നത്തെ ദിവസം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സാർ ഇപ്പൊ ഇല്ല, സാർ മരിച്ചുപോയി. അന്ന് തന്നെ സാറിന് നല്ല ഏജ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു 25 വർഷത്തിന് ശേഷം ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ച് ഞങ്ങള് ടീച്ചേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ടീച്ചേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഞാനും എന്റെ കൂടെ ഞങ്ങൾ അതിന്റെ ഒരു കാർ ഉണ്ട്, ആ പയ്യനും കൂടെ ഒരുമിച്ചാണ് സാറിനെ വിളിക്കാനായിട്ട് പോകും. സാറിന് ഞങ്ങൾ ഓർമ്മ പോലും ഇല്ല. അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആകെ 1 വർഷമാണ് നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചത്, എന്നെ എന്തിനാ വിളിക്കണേന്നുള്ള രീതിയിലേ ഞാൻ അവിടെ അധികം പഠിപ്പിച്ചിട്ടില്ല. ആ 1 വർഷം കഴിഞ്ഞപ്പോ ഞാൻ വേറെ സ്കൂളിലേക്ക് പോയി, പിന്നെ ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുവാണേ. സാറിന്റെ കണ്ണും ഇങ്ങനെ നിറഞ്ഞൊക്കെ വന്നു. സാറ് വന്നു. സാർ നടക്കാനൊക്കെ ഇത്തിരി പ്രയാസമായിരുന്നു. ഞങ്ങൾ വണ്ടിയുമായിട്ട് ചെന്ന് സാറിനെ വിളിച്ചോട്ട് വന്നു. സാർ ആ പ്രോഗ്രാമിന് വന്നു. അത് കഴിഞ്ഞൊരു 2-3 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ സാറ് മരിച്ചു. നല്ല ഏജ് ഉണ്ടായിരുന്നു. സാറിന് നല്ലൊരു ലൈഫായിരുന്നു കേട്ടോ. കാരണം വെച്ചാല് സാറിന്റെ മോന് ഒരു മോനാ ഉള്ളത്. മോനും നല്ല സാറിനെ പോലെ തന്നെ നല്ല ജോലിയിലായിരുന്നു. മോൻ മാരേജ് ചെയ്ത ആ കുട്ടിയും ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു, സംസാരിച്ചു. ഭയങ്കര കാര്യമായിട്ട് അവർ രണ്ടുപേരും സാറിന് നോക്കുന്നുണ്ട്. ലൈഫൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. സാർ ചെയ്തതിൻ്റെതായിരിക്കാം സാറിന് അങ്ങനെ ഒരു ജീവിതം കിട്ടിയത്. അങ്ങനെ പിന്നെ ഒരു ടീച്ചറാണ്. ടീച്ചറുടെ പേര് ഞാൻ പറയില്ല. സാറിന്റെ പേര് പറഞ്ഞത് അത് പോസിറ്റീവ് ആയതുകൊണ്ടാണ്. ടീച്ചർ ഞങ്ങളെ പഠിപ്പിക്കാത്തൊരു ടീച്ചറായിരുന്നു, മലയാളം ടീച്ചറായിരുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ക്ലാസ്സിൽ ഇപ്പൊ ഏതെങ്കിലും ടീച്ചർമാര് ലീവ് ആവുമ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർമാര് വരുമല്ലോ. കാരണം എനിക്ക് ഭയങ്കര ബഹളമായിരിക്കുമല്ലോ ക്ലാസ്സിൽ. ഇത് 7ാം ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ബെഞ്ചിലാണ് ഞാൻ ഇരുന്നിരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ എന്റെ നൈബർ, ഞാനും അവളും നേഴ്സറി തുടങ്ങി ഒരുമിച്ച് പഠിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത്. ടീച്ചർ വന്നു ക്ലാസ്സിലേക്ക്. അപ്പം ഞങ്ങളെയൊന്നും അറിയില്ലല്ലോ, ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറല്ല. ടീച്ചർ വന്നിട്ട് ഞങ്ങളുടെ പേരൊക്കെ ചോദിക്കുക. അപ്പൊ എന്റെ പേര് ചോദിച്ചപ്പോ ഫസ്റ്റ് ഞാനാണല്ലോ ഇരിക്കുന്നത്. എന്റെ പേര് ചോദിച്ചപ്പോ ഞാൻ പേര് പറഞ്ഞപ്പോ ടീച്ചർ അയ്യേ ഇത് എന്ത് പേരാ ഇത്, ഒരർത്ഥവും ഇല്ലാത്ത പേര് തോന്നുന്നു. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയാലോ, എനിക്ക് നാട് വിട്ടു പോകാനോ എന്തൊക്കെയൊക്കെയോ തോന്നുവാണേ. എനിക്ക് പിന്നെ ഒന്നും ഞാൻ കേൾക്കുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര വിഷമം വരിക. കരഞ്ഞില്ലെന്നേ ഉള്ളൂ. 7ാം ക്ലാസ്സിൽ പഠിക്കുവാണല്ലോ, നമുക്ക് അത്രയുടെ ഏജ് അല്ലേ ഉള്ളൂ. എന്റെ തൊട്ടടുത്ത് എന്റെ ഫ്രണ്ട്, അവൾ എന്റെ നൈബറാണ്. ഞങ്ങൾ നഴ്സറി തുടങ്ങി ഒരുമിച്ച് കളിച്ച് വളർന്ന് അങ്ങനെ പഠിച്ചതാണ്. 10th വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. അപ്പൊ അവൾ എന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോ അവൾക്കും വിഷമായിട്ടോ. അവളുടെ പേരും ടീച്ചറുടെ പേരും സെയിമാണ്. അപ്പൊ ടീച്ചർ അവളോട് പേര് ചോദിച്ചു. അപ്പൊ അവള് പേര് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു ഒരു ഹിന്ദു ഗോഡസിന്റെ പേരാട്ടോ. ടീച്ചർ പറഞ്ഞു ഇത്ര മനോഹരമായ പേര്
അതും കൂടെ കണ്ടപ്പോഴേക്കും എനിക്ക് തീർന്നു, ഞാൻ അവിടെ ഇല്ലാണ്ടായി. എത്ര നല്ല ഭംഗിയുള്ള പേര്, ഇതൊക്കെയാണ് പേര് വേണ്ടത്. പിന്നെ എല്ലാരോടും പേര് ചോദിക്കേണ്ട. പേരാണോ മിസ്സേ? എന്തോ സരസ്വതി, പണ്ടത്തെ മിസ്സുമാരൊക്കെ അങ്ങനെയല്ലേ? സരസ്വതി. ചെന്ന് ഞാൻ ഭയങ്കര കച്ചറയായിരുന്നു. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് എന്റെ പേര് മാറ്റിക്കൊള്ളണം, എനിക്ക് ഈ പേര് വേണ്ട, ഈ പേരുമായിട്ട് ഞാൻ ജീവിക്കില്ല, എന്റെ പേര് മാറ്റി തരണമെന്നാണ്. അച്ഛനും അമ്മയും ആകെ വിഷമത്തിലേ. കാരണം എനിക്ക് ആ പേരിടാനുണ്ടായ കാരണം എന്റെ ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയുടെ പേര് നിഷ എന്നാണ്. ചേച്ചിക്ക് ആ പേരിടാനുള്ള കാരണം അമ്മയുടെ പേര് നിർമ്മല എന്നും അച്ഛന്റെ പേര് ശിവശങ്കരൻ എന്നാ. അപ്പൊ രണ്ടക്ഷരം കൂടെ ചേർത്തിട്ട് എന്റെ കൊച്ചച്ഛനാണ് ചേച്ചിക്ക് ആ പേരിട്ടത്. അപ്പൊ അതിന് മാച്ചിങ് ആയിട്ട് എന്റെ പേരിട്ടതാ. എനിക്ക് അങ്ങോട്ട് വന്ന ദേഷ്യവും സങ്കടം കൂടെ അന്ന് ഞാൻ ഭയങ്കര പ്രശ്നമാക്കി. കുറെ ദിവസങ്ങൾ ആ പ്രശ്നമായിരുന്നു. പിന്നെ അത് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഞാനൊരു 10th കഴിഞ്ഞു, പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിങ്ങിന് ചെങ്ങന്നൂര് പോയപ്പോ ഞങ്ങളുടെ കോളേജില് ഈ ജിഷമാര് കുറെ ഉണ്ടായിരുന്നു. അതില് ഞാനിപ്പോ റിലീജിയൻ പറയല്ല കേട്ടോ, ക്രിസ്ത്യൻ കുട്ടിക്കും ജിഷ എന്ന് പേരുണ്ട്, മുസ്ലിം കുട്ടിക്കും ജിഷ എന്ന് പേരുണ്ട്. എനിക്ക് വന്ന സന്തോഷം, എന്റെ പേരിന് ജാതി ഇല്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പേരാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ നെയിം എന്നുള്ളത് അന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ അത് ഇപ്പോഴും ഞാൻ ഓർക്കും. അപ്പൊ അതാണ് എനിക്ക് 2 ടീച്ചർമാരിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസ്. മറ്റേ ടീച്ചർ മരിച്ചു പോയിട്ടോ, കാരണം അവരുടെ ലൈഫ് ഭയങ്കര ട്രാജഡി ആയിരുന്നു. അതുകൊണ്ടെന്നല്ല, അവർക്കൊരു സ്പെഷ്യൽ കിഡ് ഉണ്ടായിരുന്നു, ഒരു മോളെയും കൊണ്ട് ആ സ്കൂളിൽ വരാറ്. കാരണം അതിനെ വീട്ടിൽ ഇരുത്തിയിട്ട് വരാൻ പറ്റില്ലല്ലോ. അവരുടെ മോനും ഞങ്ങളുടെ സ്കൂളിലാണ് പഠിച്ചത്. ആളിപ്പോ ഫിലിം ഫീൽഡിലാണ്. ഞാനുമായിട്ട് ഭയങ്കര കൂട്ടാണ്. പക്ഷെ ഞാൻ ആളോട് ഈ ഇൻസിഡന്റ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്. എപ്പോഴാണെങ്കിലും വിളിക്കാറൊക്കെ ഉണ്ട്. പുതിയ ഷൂട്ടിന്റെ ഇതൊക്കെ വരുമ്പോ എനിക്ക് അയച്ചൊക്കെ തരും. അപ്പൊ അങ്ങനെ ആള് പറഞ്ഞാണ് ഞാൻ അറിയുന്നത് ടീച്ചർ മരിച്ചവര്. ഭയങ്കര ട്രാജിക് ഉണ്ടായിരുന്നു ടീച്ചറുടെ. ആ മോള് കിണറ്റിൽ വീണ് മരിച്ചു. അങ്ങനെ ഒത്തിരി ട്രാജഡി ആയിരുന്നു ടീച്ചറുടെ ലൈഫ്. അത് അങ്ങനെ 2 ടീച്ചേഴ്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് എനിക്ക് ഉണ്ടായൊരു കാര്യം. അപ്പൊ അതുപോലെ നമ്മൾക്കും ഉണ്ടാവും ടീച്ചർമാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രീ സ്കൂൾ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റീസ് ചിലപ്പോ നമുക്ക് പല എന്തെങ്കിലും ഒക്കെ ഒരു ഇതുകൊണ്ട് ചെറിയ കുറവുകൾ, ഫ്ലോസ് എവിടെയെങ്കിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മിസ്, കുട്ടികളിലൂടെ ആയിരിക്കും അത് പറ്റുക. യെസ് യെസ് രജനിസ. നമുക്ക് 21 ദിവസത്തിന്റെ ലെസൺ പ്ലാൻ വേണോ? 21 ദിവസം 21 ദിവസം ലെസൺ പ്ലാൻ ചെയ്യാനായിട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞോ? അവരങ്ങനെ പറഞ്ഞത്. അപ്പൊ 21 ദിവസമായിരിക്കും അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് അവർ ഉദ്ദേശിക്കുന്നത്. 21 ഡേയ്സ് 10 or 50 ഡേയ്സോ പറഞ്ഞാലും കുഴപ്പമില്ലല്ലോ. 10 or 15 ഡേയ്സ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വൺസ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് സ്വയം തോന്നുമല്ലോ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത്. അത്രയും ഒരു ഡേയ്സ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാം. ചില കുട്ടികൾ 1 മാസമൊക്കെ കഴിയുമ്പോൾ അവർ പറയാറുണ്ട് എനിക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് വേണം, അതുകൊണ്ട് ഞാൻ ഒരു 2-3 മന്ത്സ് ചെയ്യുകയാണ്. പിന്നെ ചില സ്കൂളുകൾ അവരും പറയും കണ്ടിന്യൂ ചെയ്യാം, പേയ്മെന്റ് തരാന്നൊക്കെ പറയും. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, പക്ഷെ അവര് വിടുന്നില്ല. അതായത് നമുക്കിപ്പോ നമ്മുടെ കുറെ വർക്ക് പെൻഡിങ് ആയി പോകില്ലേ ജയശ്രീ? അവിടെ ടീച്ചർ ഇല്ലാത്തോണ്ടല്ലേ? അവിടെ മിസ് നാളെ ഇപ്പൊ റിപ്പോർട്ടൊക്കെ കാണിച്ചിട്ടേ ഡോക്ടർ നാളെ എന്താന്നേ പറയുള്ളൂ മിസ്സിന്. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വേറെ മിസ്സില്ല, അതുകൊണ്ട് UKG പോകാൻ പറ്റിയിട്ടില്ല. UKG ടൈമിന് അവര് ക്യാഷ് തരൂ, പേയ്മെന്റ് തരൂ, വാല്യൂ ചെയ്യോ? തരുന്നു തോന്നുന്നില്ല. ചിലര് പക്ഷെ വളരെ ജെന്യുവൻ ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ആയി പോകൂലേ? അതെ മിസ്, അറിയില്ല അങ്ങനെ തരുമായിരിക്കുമോ, ചിലപ്പോ ഉണ്ടാവും മിസ്, അറിയില്ല. ഞാൻ ഡാൻസ് മിസ്സായിട്ടാ പോയേക്കുന്നത് മുന്നേ. അതിന് 35,000 കിട്ടിയിട്ടുണ്ട് മിസ്. അതായത് 1 മന്തിൽ 5,000 ആയിട്ടാ കൂട്ടിയെ. ജൂലൈ ടു നവംബർ അങ്ങനെ 5,000 വെച്ചിട്ട് കുട്ടികളുടെ ദക്ഷിണയും വെച്ച് ടോട്ടൽ 35,000 അന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ ഞാൻ അതില് അവരങ്ങനെ തന്നില്ലെങ്കിലും അവിടെ ഒരു ജോബ് കിട്ടിയാന്നുള്ളതായിരുന്നു വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴേ സൗണ്ട് ഇങ്ങനെയാണ് മിസ്. എടുക്കണം. അപ്പൊ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? കഴിഞ്ഞ മൺഡേ അങ്ങനെ എന്തോ ഒരു ഡേറ്റ് എന്നോട് പറഞ്ഞിരുന്നല്ലോ. എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്.
നമുക്ക് ബസ് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. രാവിലെ ഓട്ടോ വിളിച്ചാ പോയത്. ആണോ? അയ്യോ. അവരുടെ സ്കൂൾ ബസ് വല്ലതും പോകുന്നുണ്ടോ? അതിൽ കയറി വരാൻ പറ്റുമോ എന്നൊക്കെ പെർമിഷൻ? ഒരുപാട് ഓട്ടോകൾ ഉണ്ട്, പക്ഷെ എന്താ അറിയില്ല. പേ ചെയ്യണ്ടേ? നമ്മള് പേ ചെയ്യണ്ടേ? പക്ഷെ നമ്മളിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇന്റേൺഷിപ്പ് ചെയ്തില്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ ഈ കോഴ്സിന്റെ ഇതനുസരിച്ച് നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണമല്ലോ റിസൾട്ട് അറിയാനായിട്ട്. അത്രേ ഉള്ളൂ. ഓക്കെ മിസ്, ഞാൻ ഇവിടെ സ്കൂളിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഈ വർഷം എന്തായാലും കഴിഞ്ഞില്ല, അടുത്ത ജൂണിലൊക്കെ ആകുമ്പം കേറാന്ന് പറഞ്ഞു, ഇന്റേൺഷിപ്പ് തരാന്ന് പറഞ്ഞു. വിൻസിയുടെ പ്രൊഫൈലിൽ 2 മക്കളെ കാണുന്നുണ്ടല്ലോ, അവരെല്ലാം അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി. അവര് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആണോ? അതാ പിന്നെ കുഴപ്പമില്ല. നമുക്കിത് അറിയണം, അതിന്റെ ഒരു റിസൾട്ട് അറിയണം, അത്രേ ഉള്ളൂ കാര്യം. 3 മക്കളിലും അപ്ലൈ ചെയ്തോ? ഒരു വലിയൊരു മോനും ഉണ്ടല്ലോ ഇതിനകത്ത്. ഉണ്ട്, 2 പേരേ ഉള്ളൂ. ഞാൻ ഹസ്ബൻഡിനെ ഉദ്ദേശിച്ചു. ഓക്കെ, ഞാനിവിടെ ചെയ്യുന്ന പണി അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ല മിസ്സേ, നമ്മളെ ഈ എന്താ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ട് ചെയ്യുമ്പോ അത് ഇന്റേൺഷിപ്പ് ആയിട്ട് വരുമോ? അങ്ങനെ അങ്ങനെയാവുമ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. ശരിക്കും കോഴ്സിന്റെ ഒപ്പം തന്നെയാണ് BEdകാർ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. പിന്നെ എല്ലാവർക്കും ഓൺലൈൻ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ആവുമ്പോൾ പലരും നേരിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അത് എടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ബുദ്ധിമുട്ട്, വീട്ടിൽ നിന്ന് പുറത്തുപോയി കോഴ്സ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നം, കൊച്ചു കുട്ടികളുള്ളത്, പ്രഗ്നന്റ് ആയിട്ടുള്ളവർ, അവരോടൊക്കെ നമുക്ക് അങ്ങനെ നിർബന്ധപൂർവ്വം നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോവാൻ പറയാൻ പറ്റില്ലല്ലോ. മിസ്സേ, നമുക്ക് എല്ലാം കഴിയുമ്പോ നമുക്ക് ലാസ്റ്റ് ഏത് മന്ത് ആയിരിക്കും? അതായത് നമ്മുടെ ടോട്ടൽ എക്സാം എല്ലാം കഴിയണത് ഏത് മന്ത് ആയിരിക്കുന്നു? നിങ്ങൾ ഏത് മന്ത് ആയിരുന്നു? ജൂലൈ ആണ് മിസ്, ജൂലൈ. ജൂൺ 30 ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ. ജൂലൈ. മെയ് ആകുമായിരിക്കും, മെയ് ലാസ്റ്റ് ഒക്കെ ആവുമായിരിക്കും. മെയ് ലാസ്റ്റ്, ജൂൺ ഫസ്റ്റ്. മിസ്, നമുക്ക് ഇപ്പം എനിക്ക് മോൻ ചെറുതാണ്, 2.25 വയസ്സായിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സ്കൂളിൽ അടുത്തൊരു സ്കൂളുണ്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആനുവൽ ഡേ അങ്ങനത്തെ പരിപാടികളാണ്. ഇപ്പം അവർക്ക് 14-ാം തീയതി ആനുവൽ ഡേ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് ഇപ്പം ബിൻസി ചേച്ചി പറഞ്ഞ പോലെ ഇനി അടുത്ത ഒരു ജൂൺ ആ ടൈമില് നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് അവരൊക്കെ പറയുന്നത് നമുക്ക് ട്രെയിനിങ്ങിന് ഇന്റേൺഷിപ്പിന് കയറാനാണ് അവരങ്ങനെ പറയുന്നത്. അത് ഞാൻ ചോദിച്ചത്, നമുക്ക് എപ്പോഴാണ് ക്ലാസ് ശരിക്കും കഴിയാന്നുള്ളതേ. അതിന്റെ മുന്നേ നോക്കിയിട്ട് നമുക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കേറാലോ എന്ന് വെച്ചിട്ടേ. മിസ്സേ, മൈക്ക് മ്യൂട്ടാണ് കേട്ടോ. തുമ്മല് വന്നപ്പോ മ്യൂട്ട് ചെയ്തത്. ഒരു പ്രാക്ടീസ് എന്ന രീതിയിൽ ചെയ്യാനാണെങ്കിൽ എപ്പോ വേണമെങ്കിലും ചെയ്യാം, പ്രശ്നമില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ ഇപ്പൊ ഇവരൊക്കെ പോയതുപോലെ ചെയ്യാം. പിന്നെ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു 50 മാർക്സ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കേട്ട് ടെൻഷൻ ആവണ്ട, ഞങ്ങൾ ചെയ്തില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ മാർക്ക് പോകുമോ എന്നൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. കാരണം നമ്മളിത് മാൻഡേറ്ററി ആയിട്ടും കമ്പൽസറി ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ അതിന് പകരം വൈവയില് ഒരു ചെറിയ രീതിയിലൊന്ന് ഡെമോ ചെയ്യിക്കും, ഒരു ക്ലാസ് എടുക്കുന്ന പോലെ. അത് വെച്ചിട്ട് നമ്മൾ വാല്യൂ ചെയ്ത് മാർക്ക് ഇടും. അതുകൊണ്ട് അങ്ങനെ ഓർത്ത് പേടിക്കണ്ട, ടെൻഷൻ വേണ്ട. സോ നെക്സ്റ്റ് വേൾഡ് ഫേമസ് ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതാനാണ്. 5 പേരെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 10 പേരെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അതില് ഒരാള് ഡോക്ടർ മോണ്ടിസോറി ആയിരിക്കണം. ഇതില് നിങ്ങൾക്ക് ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ബയോഗ്രഫി എഴുതാം. ഒരു ചെറിയ ഫോട്ടോയൊക്കെ കിട്ടുവാണെങ്കിൽ അത് നന്നായിരിക്കും. ഞാൻ എഴുതിയവരെ കുറിച്ച് ഞാൻ പറയാം, ആരൊക്കെയാന്ന് പറയാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഒരാൾ. അപ്പൊ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് പേജില് അദ്ദേഹത്തിന്റെ പേര് കൊടുത്തു, പിന്നെ ആ ഒരു ഫോട്ടോ ഒട്ടിച്ചു. പിന്നെ ഈ ഒരു സ്പേസ് ഫോട്ടോ ഒട്ടിച്ച് ഇങ്ങനെ ഒരു സ്പേസ് വന്നപ്പോൾ ഞാൻ അവിടെ ജനിച്ച ഇയറും ആ സ്ഥലവും മരിച്ച വർഷവും മരിച്ചത് എവിടെയാണ് ആ സ്ഥലവും അവിടെ സ്പേസ് കൊടുത്തു. കാരണം അല്ലെങ്കിൽ ആ സ്പേസ് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുമല്ലോ. അങ്ങനെ എഴുതണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അവരെ കുറിച്ചൊന്ന് എഴുതിയാൽ മതി, അവരുടെ ആ ഒരു ടീച്ചിങ് ലൈഫും അവരുടെ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും. ഈ ഒരു 2 പേജിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. എല്ലാവരെയും ഇത്രയൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട്. വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കിട്ടും. അപ്പൊ അവരുടെ എഡ്യൂക്കേഷൻ അങ്ങനെ റിലേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതും. നെക്സ്റ്റ് എഴുതിയത് ആനി സുലൈവനെ കുറിച്ചായിരുന്നു. ആരായിരുന്നു ആനി സുലൈവൻ? നല്ലൊരു ടീച്ചർ
ലോകത്ത് വേറെ ഉണ്ടോ എന്ന് തോന്നിപ്പോ. നമ്മുടെ ഹെലൻ കെല്ലറിന്റെ ടീച്ചറായിരുന്നു. ആരായിരുന്നു ഹെലൻ കെല്ലർ? ഹെലൻ കെല്ലറിനെ അറിയാം, പക്ഷെ പോയം പഠിച്ചിട്ടുണ്ട് ഹെലൻ മിസ് കെല്ലറിന്റെ. പഠിച്ചിട്ടുണ്ട് മിസ്, ഇപ്പൊ മറന്നുപോയി. ആഗ്നീസ് കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഹെലൻ മറ്റേ അന്ധയായ ഒരു പോയറ്റ് അല്ലായിരുന്നു മിസ്സേ? നിങ്ങള് ഹെലൻ കെല്ലറെ കുറിച്ച് സെമിനാർ എടുത്തിട്ടില്ല അല്ലെ ക്ലാസ്സില്? രമ്യാണ് എടുത്തിരുന്നത്. സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നു, അപർണ മിസ് സെമിനാർ എടുത്തിട്ടുണ്ടായിരുന്നു. മിസ് ചോദിക്കാറുണ്ടല്ലോ. കാരണം നമ്മളുടെ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ്. നമ്മളുടെ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾ പലതും പഠിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ആ സെൻസോറിയലിലൂടെ ആ സെൻസസ് യൂസ് ചെയ്ത് പഠിച്ച ഒരാളാണ് ഹെലൻ കെല്ലർ. പക്ഷെ ആ ഹെലൻ കെല്ലർക്ക് 5 സെൻസും ഇല്ലായിരുന്നു. ഹെലൻ കെല്ലർക്ക് കാഴ്ചയില്ലായിരുന്നു, അപ്പൊ ആ ഒരു സെൻസ് ഇല്ല. അതുപോലെ ഹെലൻ കെല്ലർക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നു, ആ ഒരു സെൻസും ഇല്ല. ഈ 2 സെൻസും ഇല്ലാത്ത ഹെലൻ കെല്ലറെ ടാക്ടൈൽ സെൻസ്, ടച്ച്, ഫീൽ ചെയ്യിച്ചാണ് ആനി സല്ലവൻ പഠിപ്പിച്ചത്. പിന്നെ ലിപ്സ്, നമ്മൾ സംസാരിക്കുമ്പോൾ ലിപ്സിൽ ഇങ്ങനെ ഹെലൻ വിരൽ വെക്കും. അങ്ങനെയാണ് ആ ലിപ്സ് മൂവ്മെന്റ് വെച്ചിട്ടാണ് ഹെലൻ പഠിക്കുന്നത്. ഹെലന്റെ ടീച്ചർ ഏകദേശം ഒരു 40 മുകളിൽ വർഷം ഹെലന്റെ കൂടെ ആ ലൈഫ് കമ്പാനിയൻ ആയിട്ട് ആനി സല്ലവൻ ഉണ്ടായിരുന്നു. ഈ ആനി സല്ലവനും ഹെലനെ പോലെ തന്നെയായിരുന്നു. കാരണം വെച്ചാല് ഹെലൻ ജനിച്ച ഉടനെ ഹെലൻ സാധാരണ മനുഷ്യനെ പോലെ എല്ലാ കാഴ്ചയും കേൾവിയും ഒക്കെ ഉണ്ടായിരുന്നു. 6 വയസ്സോ 7 വയസ്സോ എന്തോ ആ ഒരു ചെറിയ പ്രായത്തില് ഒരു മെനിഞ്ചൈറ്റിസ്, അങ്ങനെ ഒരു ബ്രെയിനിനെ ഡാമേജ് ആക്കുന്ന രീതിയിലുള്ള ഒരു പനി വന്നു. അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ട്രീറ്റ്മെന്റ് ഒന്നും അത്ര പെട്ടെന്നൊന്നും ഇല്ലല്ലോ, അത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഹെലന്റെ കാഴ്ചയും കേൾവിശക്തിയും പോവുമായിരുന്നു. അങ്ങനെ ഹെലൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി. ജന്മനാ അന്ധനാണെങ്കിൽ നമുക്ക് പറയാം അവരത് പൊരുത്തപ്പെട്ടു പോകും, അഡാപ്റ്റഡ് ആകും, യൂസ്ഡ് ടു. പക്ഷെ ഹെലൻ അത്രയും നാള് കാണുകയും കേൾക്കുകയും ചെയ്ത ഹെലൻ പെട്ടെന്ന് അത് നിന്ന് പോയപ്പോ ഹെലന് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയി. അങ്ങനെ ഹെലന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, കസിൻ മാർത്ത എന്നാണോ പേര്, എന്തോ ആ ഒരു കസിനുമായിട്ടാണ് ഹെലൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ചെറിയ കുട്ടിയാതും. അപ്പൊ അവളുമായിട്ട് ഹെലൻ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഹെലന് വേണ്ടിയിട്ട് ഒരു ടീച്ചറെ വേണം, ഹെലന് പറ്റിയൊരു ടീച്ചറെ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഹെലന്റെ പാരന്റ്സ് ഈ പെർക്കിൻസൺ ബ്ലൈൻഡ് സ്കൂളോ അവിടെ അങ്ങനെ വിസിറ്റ് ചെയ്തപ്പോ അവിടെ ഹെലന്റെ ഫാദർ വിസിറ്റ് ചെയ്തപ്പോ അവിടെ വെച്ച് ആനി സല്ലവനെ കാണുകയാണ്. പക്ഷെ ഈ ആനി സല്ലവനും ജന്മന എല്ലാം സെൻസും ഉള്ളതായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി അവരുടെ വിഷന് പ്രശ്നം വന്നു. അങ്ങനെ 2-3 ഓപ്പറേഷൻസ്, സർജറി ചെയ്താണ് അവരുടെ വിഷൻ ഇംപ്രൂവ് ചെയ്തെടുത്തത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷൻ പോയ സമയത്ത്, വിഷൻ ഇല്ലാണ്ടായ സമയത്ത്, ബ്ലൈൻഡ് ആയ സമയത്ത് അവര് ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചു. ഈ പെർക്കിൻസൺസ് ബ്ലൈൻഡ് സ്കൂളില് ആനി സല്ലവൻ പഠിച്ചു, ബ്രെയിലി ലിപി എല്ലാം പഠിച്ചു. അങ്ങനെ അതുകൊണ്ട് ആനി സല്ലവന് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയാനായിട്ട് പറ്റി. അവരങ്ങനെ സർജറി ചെയ്ത് വിഷനൊക്കെ ഇംപ്രൂവ് ചെയ്തു. അങ്ങനെ ഹെലന്റെ അടുത്തേക്ക് വരുവാണ്. ഒരു 20-21 വയസ്സോ അങ്ങനെയൊക്കെ. 49 വർഷം ഹെലന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ ഒരു നല്ല ടീച്ചറായിട്ട് എനിക്ക് ആനി സല്ലവൻ തോന്നി. കാരണം അവരുടെ ലൈഫ് മുഴുവനും ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവരങ്ങ് ഒഴിഞ്ഞു വെച്ചല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നല്ലോ ആനി സല്ലവൻ. നെക്സ്റ്റ് എഴുതിയത് ബിഫോർ BC, ആ ഒരു വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള അരിസ്റ്റോട്ടലിനെ കുറിച്ചായിരുന്നു. ഗ്രീസിലെ ആയിരുന്നു അദ്ദേഹം. മിസ് ഹെലൻ കെല്ലർ 19-ാം മാസ പ്രായത്തിൽ ഉണ്ടായൊരു അസുഖം കാരണം അന്ധനും അതേപോലെ തന്നെ സംസാരശേഷിയും ഇല്ലാത്ത, പിന്നെ കയ്യിൽ അക്ഷരങ്ങള് എഴുതിയാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നെ അമേരിക്കയില് അലബാമയിലാണ് ജനിച്ചത് അല്ലേ? അല്ല അല്ലെ? ഓക്കെ, ഇനി 5 പേരിൽ ഒരാള് ഡോക്ടർ മറിയ മോണ്ടിസോറി ആയിരിക്കണം കേട്ടോ. അപ്പൊ അതിൽ നിങ്ങൾക്ക് മോണ്ടിസോറിയുടെ ബയോഗ്രഫി വരും. പിന്നെ ഞാൻ എഴുതി ബുക്കർ ടി വാഷിംഗ്ടൺ, കൺഫ്യൂഷ്യസ്, അതും BC-യിലുള്ളതാണ്. പിന്നെ ഡോക്ടർ S രാധാകൃഷ്ണൻ, നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ടീച്ചേഴ്സ് ഡേ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണല്ലോ, ഡോക്ടർ S രാധാകൃഷ്ണൻ. പിന്നെ ലൂയിസ് ബ്രെയിലി, ബ്ലൈൻഡ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു
മാനുസ്ക്രിപ്റ്റ് പോലെ തയ്യാറാക്കി. അങ്ങനെയുള്ളതാണ് ഈ ബ്രെയിലി ലിപി. ഒരു 6 ഡോട്ട് മെത്തേഡ്, അതാണ് ബ്രെയിലി ലിപി എന്ന് പറയുന്നത്. പിന്നെ സോക്രട്ടീസ്, പിന്നെ സർ ഐസക് ന്യൂട്ടൺ. ഇത്രയുമായിരുന്നു ഇത്. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഓൺ ഡേ ടൈം ടേബിൾ. നമ്മൾ രാവിലെ എണീക്കുന്ന തുടങ്ങി രാത്രി കിടക്കുന്നവരെയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ നിങ്ങളുടേതായ ഒരു ഡേ ടൈം ടേബിൾ നിങ്ങൾ എഴുതി വെക്കുക. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യണോ എന്നൊക്കെ നമുക്കപ്പോ തോന്നും. ഇനി ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ നിങ്ങൾ എന്തെല്ലാമാണ് ലേണിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുത്തത്? പോയവർക്ക് അത് എഴുതാനായിട്ട് പറ്റും. പോകാത്തവര് പോകുവാണെങ്കിൽ, ഇൻ ഫ്യൂച്ചർ പോകുവാണെങ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കും? പിന്നെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്കൂള് എങ്ങനെയായിരിക്കണം? ഞാൻ അതിന്റെ പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയ മോണ്ടിസോറി സ്കൂളിലെ പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സാറ് കുട്ടികളെ ചെയ്യിക്കുന്നത്. താഴെ വേറൊരു പിക്ചറാണ് സാറിന്റെ വൈഫ്, അല്ലെ ചൈനക്കാരിയാണ് മാം കുട്ടികളെ ചെയ്യിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ. ഇത്രയാണ് നിങ്ങളുടെ ഈ അസൈൻമെന്റ്. സമാധാനമായിട്ട് ഇരുന്ന് എഴുതിയാൽ മതി, ധൃതി പിടിക്കൊന്നും വേണ്ട കേട്ടോ. പിക്ചേഴ്സ് ഒക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂളിലെ എല്ലാ ഫർണിച്ചറും കുട്ടികളുടെ സൈസിലുള്ളതാണ്. ഈ 12 ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസൈൻമെന്റ് ആണോ? 10 ഒറ്റ അസൈൻമെന്റ് ആണേ. ഒറ്റ അസൈൻമെന്റിന് നമ്മളിങ്ങനെ 10 ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ട് എഴുതിയാൽ പോരാ മിസ്സേ? എങ്ങനെ? ഒരു അസൈൻമെന്റ് തന്നെ നമ്മളിങ്ങനെ ഓരോ സെക്ഷനായിട്ട് എഴുതിയാൽ പോരെ? മതി. വാരി വലിച്ചെഴുതല്ല, നമുക്കൊരു ജസ്റ്റ് ആ ഒരു ബ്രീഫിങ്, അങ്ങനെ അത് മതി. കുറെ കാര്യങ്ങൾ, ആ ഒരു പോയിന്റ്സ് മാത്രം വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഓക്കെ. റെക്കോർഡ് റൈറ്റിംഗ് ഇപ്പൊ 4 റെക്കോർഡ് നമ്മൾ പറഞ്ഞോ. സ്കാനറിന്റെ പറഞ്ഞിട്ടില്ല. അഞ്ചാമത്തത് അയച്ചു തരും. PDF ആയിട്ട് തന്നെ ലിങ്ക് പോലെ അയച്ചു തരും. അപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് PDF ആയിട്ട് വരും. അത് അയച്ചു തരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നതിന് മുമ്പും ആ റെക്കോർഡ്, ആ കോപ്പി ചെയ്ത റെക്കോർഡ് ഒന്ന് കോപ്പി ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾക്ക് അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. അഞ്ചാമത്തെ റെക്കോർഡ് നമുക്ക് എങ്ങനെ പ്ലെയിൻ ആണോ ബുക്ക്, അതായത് പ്ലെയിനും റൂൾ രണ്ടും കൂടിയിട്ടുള്ളതാണോ എഴുതാനേ? അതായത് നമ്മൾ എഴുതുന്നതിന്റെ പിക്ചേഴ്സ്, ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ആ മെറ്റീരിയൽസിന്റെ പിക്ചർ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം. അപ്പൊ പ്ലെയിനും റൂൾഡും ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ നല്ലതായിരിക്കും. രണ്ടും പ്ലെയിൻ ആയാലും കുഴപ്പമില്ല. പിക്ചർ ഉള്ളതുകൊണ്ട് എന്തായാലും ഒരു സൈഡ് പ്ലെയിൻ ആയിരിക്കണം. ഓക്കെ. 12ന്റെ മെയിൻ എക്സാം നടക്കുമായിരുന്നു. 7 to 8 പിള്ളേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കണം. ഓക്കെ, ബൈ. ഓക്കെ, ഗുഡ് നൈറ്റ് മിസ്. Good night, ma'am. Good night, ma'am. ഞാൻ കഴിഞ്ഞു.